ഒരിക്കലും ഒഴിവാക്കപ്പെടാനാവാത്തവരാണെന്ന് ഒരു കാലത്ത് കരുതിയിരുന്നവരാണ് ശ്മശാനങ്ങളിൽ നിറയെ. കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി ഒരിക്കൽ നോക്കുകൂലി കാരണം പേടിച്ച് അത് മാറ്റിവെക്കാനായിട്ട് സ്വയം ട്രക്കിൽ നിന്ന് ലോഡ് കയറ്റി ഇറക്കേണ്ടി വന്നു എന്നുള്ള നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇന്നത്തെ യുവത്വം അല്ലെങ്കിൽ കുട്ടികൾ പോകുന്നതേ പെർമനന്റ്ലി ഷിഫ്റ്റ് ചെയ്യാം, ഒരിക്കലും തിരിച്ചു വരണ്ടല്ലോ. കേരളം നിങ്ങൾ പറയുന്ന കേരളമാണോ ശരിക്കും? കേരളത്തിന്റെ പ്രത്യേകത കേരള ആസ് എ ഹോൾ ഇറ്റ് ഈസ് എ സിറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് കേരളം. അതുകൊണ്ടാണ് അന്ന് 2021 ഫോഴ്സ്ഡ് ആയിട്ട് നമുക്ക് ബാംഗ്ലൂരിലേക്ക് മാറി പോകേണ്ടി വന്നിരുന്നത്. ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 50 കോടി രൂപ വരെയുള്ള ഇൻഡസ്ട്രി കേരളത്തിൽ തുടങ്ങാം. മോഹൻലാല് ബസ് മുതലാളിയായിട്ട് ബുദ്ധിമുട്ടിയത്, ദാക്ഷായണി ബിസ്ക്കറ്റിന്റെ ഫാക്ടറി തുടങ്ങിയിട്ട് നടത്താൻ പറ്റാതെ ലൈസൻസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ 1000 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള 42 കമ്പനികളുണ്ട്. ഈ നെഗറ്റീവ് കമന്റ് വരുന്ന മിക്കവാറും ഫേക്ക് ഐഡികളിൽ നിന്നാണ്. ബാഡ് മണി മിസ്റ്റേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം മീഡിയയോട് പറഞ്ഞു കേരളം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്. എൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു, കേരളം എത്തിയിരിക്കുന്നു, കേരളത്തിനാണ് ഏറ്റവും പ്രോഗ്രസീവ്, നല്ല സ്ഥലമാണ്. നമ്മുടെ നേട്ടങ്ങൾ അദ്ദേഹം പറയുന്നത്. ഇവിടെ ഒരു വരി പോലും ഇല്ല. അത് ഈ മന്ത്രിക്ക് ഒരു ജോലിയില്ല. അദ്ദേഹം യു-ടേൺ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അത് ആദ്യമായിട്ടാണ് നിയമസഭ കേരളത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഫൈൻ ഈടാക്കാൻ നിയമം കൊണ്ടുവന്നു. പിന്നെ സർക്കാർ മാറാനുള്ള വലിയ സാധ്യത ഞാൻ കാണുന്നില്ല. ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ഒരു അതിശക്തമായ വീഡിയോ ആയിട്ട് ഞാൻ വരുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ചാനലിന്റെയും എൻ്റെ എല്ലാ വീഡിയോസിന്റെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ്: മലയാളികളിലേക്ക് പ്രൊഫഷണൽ, ഓൺട്രപ്രനോറിയൽ ആൻഡ് ഫൈനാൻഷ്യൽ സക്സസ് എത്തിക്കുക. ഇല്ലേ, നമ്മൾ അതിശക്തമാവുക, നമ്മൾ എക്സലന്റ് ആവുക, നമ്മൾ ജീവിതത്തിൽ കിടിലമാവുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ പലപ്പോഴും കേരളത്തിന്റെ കഥയും നമ്മുടെ കഥകളും നമുക്ക് എങ്ങനെ അതിശക്തമാകാം എന്നുള്ളത് പലപ്പോഴായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ എല്ലാം ഭാഗമായിട്ട് ലോഞ്ച് ചെയ്യുകയാണ് അതിശക്തം പോഡ്കാസ്റ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, എക്സെപ്ഷണൽ ആയിട്ടുള്ള തോട്ട് ലീഡേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരവരുടെ മേഖലയിലെ ഏറ്റവും വലിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് റോ കോൺവെർസേഷൻസ്, അവരുമായിട്ട് ഇരുന്ന് ചർച്ച നടത്തൽ, കഥ പറയൽ, അത് മാത്രമാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. അങ്ങനെ ഇവരുമായിട്ട് കഥകൾ പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ ആ കഥകളിൽ നിന്ന് പഠിക്കാൻ പറ്റുക, അവരുടെ ജീവിതത്തിലെ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിക്കുക, അങ്ങനെ നമ്മൾ അതിശക്തമാകുക എന്നുള്ളത് തന്നെയാണ് അതിശക്തം പോഡ്കാസ്റ്റിന്റെ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ അതിശക്തം പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡിലെ ഗസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഫാക്ട്സ് എല്ലാം വിരൽ തുമ്പിൽ വ്യക്തമായി അറിയുന്ന, കേരളത്തെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്ന് വ്യക്തമായി പ്ലാനുള്ള ഒരാളാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിന്റെ മാറി വരുന്ന ബ്രാൻഡ് ഇമേജിനെ പറ്റിയാണ്. കാരണം കേരളത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, കേരളം എന്ന ബ്രാൻഡിനെ പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലും ടൂറിസത്തിലും നമ്മൾ എന്നും ടോപ്പായിരുന്നു. എന്നാൽ വ്യവസായത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ബിസിനസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഇമേജ് വളരെ മോശമായിരുന്നു. ഇതെല്ലാം ചർച്ച ചെയ്യാനായിട്ട് ഹൂ ബെറ്റർ ദാൻ കേരളാസ് ഓൺ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പി രാജീവ്. ഈ വരുന്ന ഫെബ്രുവരി 20-21 തീയതികളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ബാക്ക്ഡ്രോപ്പിൽ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ സമീപിച്ചപ്പോൾ അദ്ദേഹം ഒരു മടിയും കൂടാതെയാണ് 2 മണിക്കൂറോളം സമയം, ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ വളരെ ഓപ്പൺ ആയിട്ട് കഥകൾ പറയുന്ന, ചർച്ചകൾ നടത്തുന്ന ഈ ഒരു രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം നമുക്ക് സമയം തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇതിന്റെ അജണ്ടയിൽ ഒരിക്കലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളില്ല. ആ ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുമില്ല, ആ ഒരു രീതിയിൽ ചോദ്യങ്ങൾ ചെയ്തിട്ടുമില്ല. ഇതിന്റെ മുഴുവൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ പറ്റിയുള്ള ചർച്ചകളാണ്. അദ്ദേഹത്തിന്റെ കഥകൾ നമ്മൾ പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, എന്താണ് നമ്മുടെ നാടിന് വേണ്ടി കാണുന്ന ഒബ്ജക്റ്റീവ്സ്, എന്താണ് അതിനെ അച്ചീവ് ചെയ്യാനുള്ള പ്ലാൻസ്, എന്താണ് അത് എവിടെയൊക്കെ ഫെയിൽ ചെയ്യാൻ സാധ്യതകളുണ്ട്, അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, സെക്ടേഴ്സ് ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെ നമ്മുടെ നാടിനെ പറ്റിയും നമ്മുടെ നാടിന്റെ ഫ്യൂച്ചറിനെ പറ്റിയും നമ്മളെ സ്വപ്നം കാണിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തുറന്ന മൈൻഡ് സെറ്റോട് കൂടി നമുക്ക് അതിശക്തം പോഡ്കാസ്റ്റിന്റെ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു അതിശക്തം പോഡ്കാസ്റ്റ്. താങ്കൾ എന്ന മിനിസ്ട്രിയുടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേരളത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക, അങ്ങനെ പൈസ ഉണ്ടാക്കുക, അത് ആൾക്കാർ സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഗവൺമെന്റിന് GST വഴി ഇൻകം ഉണ്ടാക്കുക, അങ്ങനെ ഗവൺമെന്റിന്റെ ഇൻകം കൂടുക, ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഓവറോൾ നാട് നന്നാവുക. അപ്പോൾ അതിന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് GDP ഉപയോഗിക്കാം. അപ്പോൾ നാടിന്റെ GDP കൂട്ടലാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെയാണ് താങ്കളുടെ പേഴ്സണൽ ലൈഫിലേക്ക് എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം തങ്ങളെ പറ്റി വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും
എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും അവെയർ ആയിട്ടുള്ള, ഇത്രയും ഇപ്പൊ രാജ്യസഭയിൽ പോയിട്ടുള്ള സ്പീച്ചസ് വളരെ ഫേമസ് ആണ്. അവിടുന്ന് പോരുമ്പോൾ അരുൺ ജെയ്റ്റ്ലി പോലും ഇതൊരു തീരാ നഷ്ടമാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എങ്ങനെയാണ് എറണാകുളത്ത് നിന്ന് ഒരു ലോ സ്റ്റുഡന്റ് ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? ആ കഥ ഒന്ന് പെട്ടെന്ന് പറയാനാണ്. നമ്മൾ വിദ്യാർത്ഥി കാലത്ത് തന്നെ ഇതിന്റെ ഭാഗം. ഞാൻ ശരിക്കും തൃശ്ശൂർ ജില്ലക്കാരനാണ്. ജനിച്ചത് കാട്ടൂർ എന്ന് പറഞ്ഞ അശോകൻ ചെരുവിൻ്റെ ഒക്കെ നാട്ടിലാണ്. അതിനുശേഷം പിന്നെ മേലൂരാണ് എൻ്റെ താമസ സ്ഥലം. അവിടെ ക്രൈസ്റ്റിലാണ് ഇപ്പോൾ ഡിഗ്രി പഠിച്ചിരിക്കുന്നത്, ആലക്കുട ക്രൈസ്റ്റ്. പിന്നെ കടുപ്പശ്ശേരി കല്ലേറ്റ് ഇങ്ങനെ മേലൂർ സ്കൂളുകൾ കഴിഞ്ഞ് ക്രൈസ്റ്റിൽ പോയി. പിന്നെ എറണാകുളത്ത് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നു. പിന്നെ അങ്ങനെ എറണാകുളംകാരനായി. പിന്നെ എക്കണോമിക്സ് പഠിച്ചു, ലോ പഠിച്ചു. അങ്ങനെ എറണാകുളംകാരനായി. അവിടെ നിന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി, SFI സ്റ്റേറ്റ് സെക്രട്ടറി, പിന്നെ പാർട്ടിയുടെ ഭാഗമായി. പിന്നെ ദേശാഭിമാനി പ്രസിഡന്റായിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പാർലമെന്റിലേക്ക് പോയി. പിന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി. എന്താണ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ പ്രവർത്തകനാകാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? എന്തെങ്കിലും ഒരു സോഷ്യൽ സ്പെസിഫിക് ട്രിഗർ? ചേഞ്ചിൽ നമുക്ക് ഒരു പൊളിറ്റിക്സ് ആണല്ലോ നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നതെല്ലാം പൊളിറ്റിക്സ് ആണ്. ഇപ്പം ഇന്നിങ്ങനെ ഇരുന്ന് നമുക്ക് സംസാരിക്കാൻ നാളെ പറ്റുമെന്ന് തീരുമാനിക്കുന്ന പൊളിറ്റിക്സ് ആയിരിക്കും. നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യാം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം രൂപപ്പെടുന്ന പൊളിറ്റിക്സ് ആണ്. നമ്മൾ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാതെ നിങ്ങൾക്ക് പുറത്തു നിന്നിട്ട് അയ്യോ രാഷ്ട്രീയം കുഴപ്പമാണ്, ആ പ്രശ്നമാണ്, നിങ്ങൾക്ക് ഇടപെടാതെ മെച്ചപ്പെടുത്താൻ പറ്റില്ല. ചിലർ ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ മോശം ഉണ്ടല്ലോ ഉണ്ടാവും. എല്ലാത്തിനും തെറ്റായ പ്രവണതകളുള്ളതുപോലെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അകത്ത് കയറാതെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ അതിൽ രോഷം കൊണ്ടിട്ട് അതിൽ ഇടപെട്ട് അത് നന്നാകണമെന്നുള്ള ഒരു എന്തെങ്കിലും ട്രിഗർ ഉണ്ടായിട്ടാണോ? അല്ല, ഞങ്ങൾ വിദ്യാർത്ഥി കാലഘട്ടത്തിലുള്ള അന്നത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ, പിന്നെ വീട്ടിൽ അച്ഛനൊരു ഇടതുപക്ഷ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വായന പ്രവർത്തനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പിന്നെ അങ്ങ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലായി കുറേ കൂടി സജീവതയിലേക്ക് വന്നു. അപ്പൊ ഞാനൊരു യൂത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ ഞാനാണെങ്കിലും ഈ ഒരു പ്രായത്തിൽ ഞാൻ ചിന്തിക്കും, എന്റെ ജീവിതത്തിൽ എന്റെ ലക്ഷ്യം എന്താണ്, എന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഞാൻ എന്ത് ചെയ്യാനാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് സക്സസ്ഫുൾ എന്ന് എന്നെ സ്വയം വിളിക്കാൻ പറ്റുക. അപ്പൊ അതെനിക്ക് തോന്നുന്നു കുറേ പേരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, ജീവിതത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഞാൻ എന്തിലേക്കാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ താങ്കൾ പറയുന്നത്, അപ്പോൾ താങ്കളിന് ആ ഒരു പ്രായത്തിലെ ഒരു സോഷ്യൽ വർക്കർ ആകണം, നാടിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ലൈഫിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അത് പറയുന്നത്? തന്നെയാണല്ലോ ഒബ്ജക്റ്റീവ്. സോഷ്യൽ ചേഞ്ചിന് പൊതുവെ സജ്ജമാവുക, അതിനുവേണ്ടി മാറ്റങ്ങളിലേക്ക് വേണ്ടി പ്രവർത്തിക്കുക, മനുഷ്യരുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ടായി മാറ്റാൻ കഴിയുക, അത് രാഷ്ട്രീയം വഴി കഴിയും. അത് ഏതൊരു പ്രായത്തിലെ ആ ഒരു ക്ലാരിറ്റി? അത് ഞാനൊരു പ്രീഡിഗ്രിയൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം അന്ന് +2 ഇല്ലല്ലോ, ആ കാലം മുതൽ ഒരു വ്യക്തതയിലേക്ക് വന്നു. അല്ല, അതൊരു വളരെ രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ലേ ജീവിതത്തിൽ? അത്രയും ഏർലി ഇൻ ലൈഫ് തന്നെ ലൈഫിൽ എന്ത് വേണം എന്നുള്ള ഒരു ക്ലാരിറ്റി. അന്നത്തെ ഒരു നല്ല സമയമാണല്ലോ, നല്ല സമരം, നല്ല അടി, ലോക്കപ്പിലുള്ള അടി, ലൈരിക്കിറക്കൽ, ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ കുറെ കൂടി സ്ട്രോങ് ആവുമല്ലോ. ഏത് സാഹചര്യത്തിൽ നേരിടുന്ന കരുത്ത് കിട്ടുമല്ലോ. ഞങ്ങൾ ഇന്നിപ്പോൾ കരിങ്കൊടി കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അവിടെ അടിച്ചു എന്നൊക്കെ ചോദിക്കുള്ളൂ. ഞങ്ങളൊക്കെ അടിച്ച് ശരിപ്പെടുത്തി എൻ്റെ ഈ ഭാര്യയിലൊക്കെ കൂടി ലോക്കപ്പിൽ കൊണ്ടൊക്കെ ഭീകരമായിട്ട് ഒക്കെ മർദ്ദിച്ചൊരു കാലമുണ്ട്. അപ്പോൾ അന്നത്തെ ഞങ്ങളെല്ലാം വിദ്യാർത്ഥി, ചിലപ്പോൾ അന്ന് രാവിലെ സമരം, പ്രശ്നങ്ങൾ, പോരാട്ടത്തെല്ലാം ആണല്ലോ. അപ്പോൾ നമുക്ക് കുറേ കൂടി കരുത്ത് കിട്ടും, ഓരോ സാഹചര്യത്തിൽ നേരിടാനുള്ള കരുത്ത് കിട്ടും. പിന്നെ ഏൽപ്പിക്കുന്ന മേഖലയിൽ പരമാവധി റിസൾട്ട് ഉണ്ടാക്കുക, അവിടെ നമ്മുടേതായൊരു മാർക്ക് ഉണ്ടാവണം. ഇത് ഞാൻ എപ്പോഴും വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും നമ്മുടേതായൊരു മാർക്ക് ഉണ്ടാവണം. പക്ഷെ എൻ്റെ അഭിപ്രായങ്ങളെ കളക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്യുക. പക്ഷെ നമുക്കൊരു അടയാളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പത്രത്തിലാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടിയിലാണെങ്കിലും മന്ത്രി സഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് പരമാവധി ഒരു ഇൻഡിവിജ്വൽ, ചരിത്രത്തിൽ വ്യക്തികൾക്ക് പങ്കുണ്ട്. എന്നാൽ വ്യക്തികളല്ല ചരിത്രം സൃഷ്ടിക്കുന്നത്. ഇല്ല, അപ്പൊ അന്നേ സ്വപ്നം കാണുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാകും. പ്രീ ഡിഗ്രി കാലഘട്ടം എന്ന് പറയുമ്പോൾ 18 വയസ്സ് അതിന് മുൻപാണ്. അപ്പൊ അന്നേ സ്വപ്നം കാണുന്നത് എന്തെങ്കിലും ഒരു വലിയ ആകണം അല്ലെങ്കിൽ മന്ത്രിയാകണം, അങ്ങനെ സ്വപ്നം കണ്ടിരുന്നു? അതോ പറ്റുന്ന കപ്പാസിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാക്കണം? അന്നത്തെ കാലത്ത് അങ്ങനെ സ്വപ്നങ്ങളൊന്നുമില്ല. മന്ത്രിയാവോ MLA ആവോ മത്സരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു സോഷ്യൽ ചേഞ്ചിനാണല്ലോ നിൽക്കുന്നത്. എല്ലാവരും ഒരേപോലെ ജീവിക്കുന്നൊരു കാലം രൂപപ്പെടുത്താൻ കഴിയുമോ? അതിൻ്റെ ഐഡിയോളജിക്കൽ ബേസ്, പൊളിറ്റിക്കൽ ക്ലാരിറ്റി, ഓർഗനൈസേഷൻ സെറ്റപ്പ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോൾ ഇവഞ്ച്വലി ഇത് യാത്രക്കിടയിലുള്ള ഓരോ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ കപ്പിലേക്ക് കോഫി ഒഴിക്കുമ്പോൾ വരുന്ന രൂപ വേറെ കപ്പാണി ആ രൂപവും. അപ്പോൾ നിങ്ങൾ ഈ ജോലി ചെയ്യാൻ പാർട്ടി പൊതുവെ തീരുമാനിക്കുമ്പോൾ ആ ജോലി ചെയ്യുക. ജോലി ചെയ്യുമ്പോൾ നമ്മൾ 100% സമർപ്പിക്കും. നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അതാണ് നമ്മുടെ ഒരു ചലഞ്ച്. അപ്പൊ ആ ഒരു കഥയിൽ നിന്ന് യൂത്തിനോട് എന്താ പറയാനുള്ളത്? അവർക്ക് ആ ഒരു എന്താ പറയാ, ജീവിതത്തിൽ ആ ഒരു ക്ലാരിറ്റി, ആ ആഗ്രഹം നേരത്തെ വരണോ, അതുപോലെ തന്നെ സ്വപ്നങ്ങൾ വലുത് കാണണോ, അതോ ഇതുപോലെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് നല്ലത് ചെയ്ത് ജീവിച്ചു പോയാൽ? സ്വപ്നങ്ങൾ കാണണമല്ലോ. ഇപ്പോൾ നമുക്ക് സ്വപ്നം ഉണ്ടല്ലോ.
ആ സ്വപ്നം നമ്മളെക്കുറിച്ച് മാത്രമാകുമ്പോൾ പ്രശ്നം. യഥാർത്ഥത്തിൽ നാം നമ്മളെക്കുറിച്ച് കരുതുന്നതിനേക്കാൾ ചെറുതാണ് നമ്മൾ. നാം കാണുന്നതിനേക്കാൾ വലുതാണ് ലോകം. നമുക്ക് കരുത് പോകും നമ്മളിപ്പോൾ എനിക്ക് വേണ്ടി തോന്നുന്നു ഞാനില്ലെങ്കിൽ ഇതായിരിക്കും, ഇതല്ലെങ്കിൽ വേറെ ആൾ നിർവഹിക്കും. ഒരിക്കലും ഒഴിവാക്കപ്പെടാനാവാത്തവരാണെന്ന് ഒരു കാലത്ത് കരുതിയിരുന്നവരാണ് ശ്മശാനങ്ങളിൽ നിറയെ. പണ്ട് ഞാൻ SFI ആയിരിക്കും വന്ന് നമ്മുടെ ഓഫീസ് എഴുതി വെച്ചിരുന്നതാണ്. നമുക്ക് തോന്നുന്നു നമ്മളുണ്ടെങ്കിലേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ തോന്നിയോ ഞാൻ മന്ത്രിയായിട്ട് നടന്നല്ലോ എന്നെനിക്ക് തോന്നാം. അപ്പോൾ ഞാനല്ലെങ്കിൽ വേറെ ആൾ നിർവഹിക്കും ഇത്. അപ്പോൾ ഈ ശ്മശാനങ്ങളിൽ കിടക്കുന്നവരെല്ലാം നല്ലൊരു പങ്കും അവരില്ലെങ്കിൽ ലോകം പോലും നിലച്ചു പോകുന്ന കരുതിയത് വരെ ഉണ്ടാകുമായിരിക്കും. ആ ജീവിച്ചിരുന്ന കാലത്ത് അവരെ സംബന്ധിച്ച് പലരും അങ്ങനെ കരുതിയിട്ടുണ്ടാവും. പക്ഷെ ലോകം അങ്ങ് മുന്നോട്ട് പോകും. നമ്മൾ ആരനിവാര്യരല്ല, ഇതിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെക്കുറിച്ച് മാത്രമുള്ള സ്വപ്നങ്ങളല്ല, നമ്മൾ ലോകം എങ്ങനെയായിരിക്കണം, എന്തു രൂപത്തിലായിരിക്കണം, അത് നമ്മൾ ആരും ആഗ്രഹിച്ചിട്ട് ജനിച്ചു വരുന്നവരല്ല. നിങ്ങൾ ബിസിനസ്സിൻ്റെ സ്വപ്നമായിരിക്കുകയാണ്, വേറെ ആൾ ഇപ്പോൾ ഡോക്ടറാണ് സ്വപ്നം കാണുന്നത്, എഞ്ചിനീയർ ആകണമെന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റു രൂപത്തിലുണ്ടാവും. ഇപ്പോൾ പഴയ പോലെ അല്ല ഇപ്പോൾ ആൾ. പണ്ട് ഡോക്ടർ എഞ്ചിനീയർ ആയിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി. കുട്ടികളുടെ എക്കണോമിക്സ് വേണം, വലിയ സാധ്യത, കോമേഴ്സിന് സാധ്യത വരുന്നു. എവിടെയാണോ നിങ്ങൾ അവിടെ ഏറ്റവും മികച്ചതാകാൻ ശ്രമിക്കുക, അതാ പ്രധാനം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങളങ്ങ് നിൽക്കുക. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു ചിത്രകാരനാണോ, ചിലപ്പോൾ എനിക്ക് പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അന്ന് ബംഗാളിൽ നിന്നൊരു MP ഉണ്ടായിരുന്നു, ലോകപ്രശസ്ത ചിത്രകാരനാണ് അദ്ദേഹം. എനിക്ക് ഞാൻ ഇറങ്ങി വരുമ്പോൾ സെൻട്രൽ ഹാളിൽ കൊണ്ടുപോയിട്ട് ഒരു ലെറ്റർ പാഡിലൊരു നല്ല പടം എൻ്റെ ഒരു സ്കെച്ച് തന്നു. അത് ഞങ്ങൾ ഒന്നിച്ച് പോയി, അദ്ദേഹം തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു, ഒറിജിനൽ എനിക്ക് തന്നു, അദ്ദേഹം ഒപ്പിട്ടു, എന്നെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് ഒരെണ്ണം അദ്ദേഹം കൊണ്ട്. അപ്പോൾ ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ടർ വലിയ വാർത്തയായിരുന്നു അന്ന് അവിടെ. അപ്പോൾ ഈ റിപ്പോർട്ടർ കഴിഞ്ഞപ്പോഴൊരു സാറ് അത് കളയണ്ട, അത് നന്നായി ഫ്രെയിം ചെയ്ത് വയ്ക്കണേ. അപ്പം അത് വയ്ക്കില്ല, നമുക്ക് അദ്ദേഹം തന്നതല്ലേ, നമ്മുടെ ഒരു ഇതല്ലേ. അതല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിറ്റ ചിത്രം 1.5 കോടിയാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നല്ല ചിത്രകാരനാണെങ്കിൽ അവിടെയുണ്ട്. നല്ല സംഗീതമാണോ, സംഗീതത്തിൽ നന്നായി പൊക്കോളൂ. സിനിമയാണോ, സിനിമയെ പൊക്കോളൂ. അപ്പോൾ വയലും വായിക്കണോ, അതിൽ പൊക്കോളൂ. അല്ലെങ്കിൽ അപ്പോൾ ഇഷ്ടപ്പെട്ടതിൽ നന്നായി പോവുക. ഒരിക്കലും വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ സ്വപ്നങ്ങൾ കാണുക. പിന്നെ നമ്മൾ മാത്രം ഇപ്പോൾ സച്ചിദാനന്ദനോട് ഒരിക്കൽ ചുള്ളിക്കാട് എഴുതിയിട്ട് വെച്ച് എന്തോ ഇറങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അന്ന് സച്ചിയ മാഷ് പറഞ്ഞു, ലോകം ഇളകി മറിയുമ്പോൾ നിനക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ ലോകം വെറുതെ മെറുക്കി, നീ മാത്രം ഇളകുകയും ചെയ്യുന്നു. അതൊരു സമയമല്ല, ഓരോ സാഹചര്യങ്ങളുണ്ട്. PMS ഈ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് കോളേജ് ഉപേക്ഷിച്ചിട്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര അധ്യാപകൻ പറഞ്ഞത്, എൻ്റെ ഏറ്റവും മികച്ച ചരിത്ര വിദ്യാർത്ഥിയാണ് ഇറങ്ങി പോകുന്നത്. പക്ഷെ അദ്ദേഹം ചരിത്രം പഠിക്കേണ്ടവനല്ല, ചരിത്രം സൃഷ്ടിക്കേണ്ടവനാണ്. അപ്പോൾ ബിൽഗേറ്റ്സ് ഇറങ്ങിപ്പോയാലാണ്, ഡ്രോപ്പ് ഔട്ടാണ്. റിച്ചാർഡ് സാൽമാൻ ഡ്രോപ്പ് ഔട്ടാണ്. ലോകത്തിലെ മിക്കവാറും വലിയ IT കമ്പനികളാണെല്ലാം ഡ്രോപ്പ് ഔട്ടുകളാണ്. പക്ഷേ ഡ്രോപ്പ് ഔട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ അപ്പുറത്തേക്ക് പിടിക്കും. ഡ്രോപ്പ് ഔട്ട് ആകുമ്പോൾ ആ സിസ്റ്റത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തതിന് മുൻപിലായതുകൊണ്ട് അവർ, അല്ലാതെ സിസ്റ്റത്തേക്ക് നിങ്ങൾ പുറകിലായതുകൊണ്ടല്ല. ചിലർ പറയില്ലേ 2 തരത്തിൽ ഡ്രോപ്പ് ഔട്ടുകളുണ്ട്, ചിലപ്പോൾ നമ്മൾ അതിന് പറ്റില്ലാത്തതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ആവും. എന്നിട്ട് നിങ്ങൾ ബിൽഗേറ്റ്സ് അങ്ങനെ ആയാലൊന്നും ആലോചിച്ചിരുന്നിട്ട് ചെയ്യാറില്ല. അവർ അതിനപ്പുറത്തേക്ക് നിന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് വരുന്നതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സ്വപ്നങ്ങൾ ഏതാണ് ഇഷ്ടപ്പെടുമ്പോൾ അവിടെ ഏറ്റവും മികച്ചതാകാനായിട്ട് ശ്രമിക്കുക. കേരളത്തിലൊരു മിനിസ്റ്റർ ഇതുപോലെ ഒരു മീഡിയയിൽ വന്ന് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് വളരെ പുതിയൊരു സംഭവമാണ്. സാധാരണ എനിക്ക് തോന്നുന്നു താങ്കൾ തന്നെയാണ് അത് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇങ്ങനൊരു മീഡിയത്തിൽ മാത്രമല്ല, ലിങ്ക്ഡിനിൽ വളരെ ആക്റ്റീവാണ്, സോഷ്യൽ മീഡിയയിൽ മറ്റ് പ്ലാറ്റ്ഫോമിലും വളരെ ആക്റ്റീവാണ്. ഇതും ഒരു പ്ലാനിന്റെ ഭാഗമാണോ, യൂത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനും വരുന്ന കേരളത്തിന്റെ നാളെ ആ ഒരു ജനറേഷനുമായി സംസാരിക്കാനുള്ള ഒരു പ്ലാനിന്റെ ഭാഗമാണോ? കാരണം എൻ്റെ ടീമും ഇത് പിച്ച് ചെയ്തപ്പോൾ താങ്കളും താങ്കളുടെ ടീമും വളരെ ഹാപ്പിലിയാണ് ഇത് അഗ്രി ചെയ്തതും ഇന്ന് ഇത്രയും സമയമെടുത്ത് നമ്മളോട് വന്ന് സംസാരിക്കുന്നതും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് വേറെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ ദ്രാവകം പോലെയാണ്, ഏത് പാത്രത്തിലേക്ക് പോകണോ അതിനനുസരിച്ച് മാറും. പാർലമെന്റിലാണെങ്കിൽ പാർലമെന്റ്, വേറെ ജോലിയാണെങ്കിൽ പാർട്ടി പ്രവർത്തനമാണെങ്കിൽ ആ ഉത്തരവാദിത്തം. അപ്പോൾ അതിലെല്ലാം നമ്മൾ പുതുമ കണ്ടെത്താൻ നമുക്കൊരു അടയാളം രേഖപ്പെടുത്തും. അപ്പോൾ ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ കൃഷിയുടെ ജൈവ ജീവിതം എന്നൊരു പദ്ധതി കൊണ്ടുവന്നു, ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വലിയ ഇതുമില്ലായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഇപ്പോൾ വീട് വയ്ക്കുന്നുണ്ട് എല്ലാ പാർട്ടികളും. ആദ്യമായിട്ട് ഒരു വീട് വയ്ക്കുന്നത്, സമ്മേളനങ്ങളോട് ചേർന്ന് വീട് വയ്ക്കുക എന്നുള്ളത് അന്ന് തുടങ്ങിയിട്ടുള്ള പദ്ധതികളാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലായിടത്തും നമുക്കിവിടെ എങ്ങനെ പുതിയ കാലത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. പാലിയേറ്റീവ് കെയറിലേക്ക് ഇപ്പോൾ പൊതുവെ ഞങ്ങൾ കാഴ്ചപ്പാടുണ്ടായി നടപ്പിലാക്കാൻ തുടങ്ങി. നമ്മൾ വാർപ്പ് മാതൃകകളില്ല, നമ്മൾ ഓരോ കാലത്തിനും മനസ്സിലാക്കിയിട്ട് ഇടപെടണം. ഇപ്പോൾ പണ്ടത്തെ രൂപം ഇന്ന് പറ്റിയെന്ന് വരില്ല. തനിയാവർത്തനം കൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. പുതിയ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു.
അപ്പോൾ ഇപ്പോൾ ഈ വ്യവസായ മന്ത്രിയായപ്പോൾ മറ്റു വകുപ്പ് പോലെയല്ല. ഇപ്പോൾ ടൂറിസം ആണെങ്കിൽ കുഴപ്പമില്ല, നല്ല പരസ്യം, ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ വളരെ മനസ്സിൽ ഉറച്ചൊരു ഇതുണ്ട്. വ്യവസായത്തിൻ്റെ പ്രശ്നം ഹിമാലയം പോലെ ഉറച്ചിട്ടുള്ള ഡീപ്പ് റൂട്ടഡ് നെഗറ്റീവ് പ്രിസംഷൻ ഉണ്ട്. വളരെ ശരിയാണ്. എനിക്ക് അതിനെപ്പറ്റി കുറെ അധികം അതിനെ സംസാരിക്കണം. മാറ്റിക്കൊണ്ട് മാത്രമേ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. മറ്റു സ്ഥലത്ത് നമുക്ക് പോയി ചെറുപയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഏജൻസിയെ പറ്റി ഒരു 2 പരസ്യം കൊടുത്തൂടെ. പക്ഷേ നമ്മൾ ആദ്യം ഇത് മാറ്റിയെടുക്കണം. 2 കോൺഫിഡൻസ് ബിൽഡിംഗ് കൊണ്ടുവരണം. 3 നമുക്ക് ഈ കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യാൻ കഴിയണം. അതൊരു ഹെർക്കുലിയൻ ടാസ്ക് എന്നൊക്കെ പറയാവുന്ന രൂപത്തിലുള്ള കഠിനമായൊരു ജോലിയാണ്. അപ്പം അതിനൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ മൈക്രോ പ്ലാനുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. എനിക്ക് തോന്നുന്നു ഈ മീഡിയ എല്ലാം പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ ചെറുപ്പക്കാർ അവർ വരുന്നു, നമ്മളാദ്യം കാണുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജിൽ വെച്ചാണ്. അന്നും ചെറിയൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കുട്ടികളായിട്ട് ഇൻട്രാക്ഷൻ നടത്തുന്നു. അപ്പോൾ ഞാൻ വേറെ സദസ്സിൽ ഒരു കാര്യം തന്നെ പല സദസ്സിൽ പല രൂപത്തിൽ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ സാധാരണ തൊഴിലാളികളോട് സംസാരിക്കുന്നു, അപ്പോൾ നമ്മൾ നിർമ്മിത ബുദ്ധി അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയേണ്ടി വരും. ക്യാമ്പസിൽ സംസാരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ രൂപത്തിൽ എങ്ങനെയാണ് കരാരി കണ്ടിട്ടുള്ളത്, പുതിയ മാറ്റം എന്താണ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരും. എന്നാൽ വേറൊരു കോർപ്പറേറ്റ് ലോകമാണെങ്കിൽ നമ്മൾ അവരോട് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഫ്ലെക്സിബിളായി സജ്ജമായിരിക്കണം. അപ്പോൾ ഇപ്പോൾ പോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഇതെല്ലാം തന്നെ ഈ വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, സംരംഭകർ, ഇവരിലെല്ലാം താല്പര്യം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി വിപുലപ്പെട്ടു വരുന്നുണ്ട്. അത് നമ്മുടെ നാടിന് വളരെ ഗുണം ചെയ്യുന്ന, മെച്ചം ചെയ്യുന്ന ഇടപെടലായിട്ടാണ്. അപ്പം ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പരമാവധി ആളുകളിലേക്ക് റീച്ച് എത്തിക്കുക എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് ഏതാണ് മീഡിയ? കാരണം നെഗറ്റീവ് വാർത്തകൾക്കാണല്ലോ കൂടുതൽ വരിക. അപ്പോൾ അതിനെ മാറി പോസിറ്റീവ് എത്തിക്കണം. അതിന് കുറച്ച് ജോലി ചെയ്യേണ്ടതുണ്ട്. വളരെയധികം കമന്റബിൾ ആണ്. കാരണം താങ്കൾ വളരെ സെൽഫ് അവെയർ ആയിട്ട് പറഞ്ഞു കേരളത്തിന് വളരെ മോശം പെർസെപ്ഷൻ ഉണ്ട് ബിസിനസ് ലോകത്ത്. കുറേയധികം കഥകളുണ്ട്. ഇപ്പോൾ ഏറ്റവും വളരെ ഫേമസ് ആയിട്ട് പലരും ചർച്ച ചെയ്യുന്ന ഒരു കഥയാണ് കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി ഒരിക്കൽ നോക്കുകൂലി കാരണം പേടിച്ച് അത് മാറ്റിവെക്കാനായിട്ട് സ്വയം ട്രക്കിൽ നിന്ന് ലോഡ് കയറ്റി ഇറക്കേണ്ടി വന്നു എന്നുള്ള പോലെയുള്ള കഥകൾ ഇന്ന് കുറേയുണ്ട്. മാറ്റങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയിലേക്ക് നമുക്ക് പിന്നീട് പോകാം. പക്ഷെ പെർസെപ്ഷൻ ഉണ്ട്. കേരളത്തിൽ സമരമാണ്, യൂണിയൻകാരുടെ പ്രശ്നങ്ങളാണ്, പൊളിറ്റീഷ്യൻസിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പെർസെപ്ഷൻ മാറ്റിയെടുക്കണം എന്നുള്ള ആ സെൽഫ് അവെയർനെസ് ഓടുകൂടി താങ്കൾ തന്നെ അതിന് മുന്നിട്ട് ഇറങ്ങി എന്നുള്ളത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ വൈ വളരെ ക്ലിയർ ആയിരിക്കണം, അതിന്റെ ഒബ്ജക്റ്റീവ് വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് നമ്മൾ എന്തിനാണത് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ക്ലിയർ ആയിരിക്കണം. 2, അതിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നമുക്ക് അച്ചീവ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ന് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായി ഇരിക്കെ കേരളത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് കേരളത്തിന് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്? ഒന്ന്, ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ആയി എന്ന് എങ്ങനെ അറിയാം? നമുക്ക് ക്വാണ്ടിഫൈ ചെയ്ത് നമ്പേഴ്സ് നോക്കിയിട്ട് എങ്ങനെ മനസ്സിലാകും ആ ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ആയോ ഇല്ലയോ എന്നുള്ളത്? അതിപ്പോൾ നമ്മളല്ല പറയുന്നത്, അത് മറ്റുള്ളവരെ പറയേണ്ട അച്ചീവ്മെന്റ് എങ്ങനെ എത്തിയത്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്നത് 2026 ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ്ങിൽ കേരളം 1ാം സ്ഥാനത്ത് എത്തണം എന്നുള്ളതാണ്. നമുക്കത് ഇപ്പോൾ തന്നെ 1ലേക്ക് എത്താൻ പറ്റി. 28 നമ്മൾ തുടങ്ങുമ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിൽ പുറകിലാരും ഒന്നില്ലാന്ന് തന്നെ പറയാം. 29 ചെറിയ സ്റ്റേറ്റ് ആയിരുന്നു. അതിന് 15ലേക്ക് എത്തി. ഇപ്പം നമ്മൾ 1ലേക്ക് എത്തി. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 4 കാറ്റഗറിയാണ്. ആസ്പിരൻസ്, എമർജിങ്, ദെൻ അച്ചീവർ, ടോപ്പ് അച്ചീവർ. നമ്മൾ നേരത്തെ ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും അച്ചീവറിലേക്കുള്ള റിഫോംസ് ഒക്കെ നടപ്പിലാക്കിയിരുന്നു. ഈ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ അത് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനാണ്. ആ പേര് മാറിയിട്ടുണ്ടെങ്കിലും ബ്രാക്കറ്റിൽ വകുപ്പും കേന്ദ്ര ഗവൺമെൻറ്റും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് എഴുതുക. പക്ഷേ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനാണ്. അതിൽ നമ്മൾ ആ റിഫോംസ് നടപ്പിലാക്കിയാൽ നാളെ അടുത്ത ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ആണ്. ഞാനിപ്പോൾ അതിൻ്റെ റിവ്യൂ കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് 99 ആയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ റിഫോംസ് വന്നാൽ നമ്മൾ റാങ്കിങ്ങിലേക്ക് എലിജിബിൾ ആവുള്ളൂ, ഈ കാറ്റഗറിയിലേക്ക്. പക്ഷെ അവിടെ നിൽക്കുമല്ലേ എന്നുള്ളത് പറയുന്നത് ഫീഡ്ബാക്കാണ്. ഒബ്ജക്റ്റീവായിട്ടുള്ളത് എലിജിബിലിറ്റി മാത്രമേ ഉള്ളൂ. റാങ്കിങ് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് ഫ്രോം ദി ഇൻവെസ്റ്റേഴ്സ്. അപ്പം അന്ന് നമ്മളൊരു അച്ചീവൽ എത്തേണ്ടതാണെങ്കിലും ഫീഡ്ബാക്ക് അത്ര ഗുണമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആസ്പിരൻറ്റിലെത്തി. ഇത്തവണ നമുക്ക് ഈ ടോപ്പ് അച്ചീവറായി. അതിൽ തന്നെ 9 എണ്ണത്തിൽ നമ്മളാണ് ഹൈയസ്റ്റ്. അപ്പോൾ നമ്മളാണ് 1ാമത് വന്നത്. 5 എണ്ണത്തിലാണ് ആന്ധ്ര, 3 എണ്ണത്തിൽ ഗുജറാത്ത്. അപ്പോൾ നമ്മൾ ഈ 26 എത്തേണ്ടത് നമ്മൾ ഇപ്പോഴെത്തി സന്തോഷിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ഉത്തരവാദിത്വം കൂടി ഇത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, ഇത് നിലനിർത്തി പോകണ്ടേ, അത് കുറേ കൂടിയും
ഗൗരവമുള്ള ഉത്തരവാദിത്തം. എത്തുമ്പോൾ നമുക്കൊരു ഗോളിലേക്ക് എത്തണേ. എത്തിക്കഴിഞ്ഞ് പിന്നെ അതിനപ്പുറത്തൊന്നുമില്ല. എന്നുവെച്ചാൽ വ്യവസായത്തിൽ കേരളം ഒന്നാമതായെന്നല്ല, വ്യവസായം തുടങ്ങാനുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ ഒന്നാമതായത്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. 2, നമുക്ക് ഇത് നിലനിർത്തി പോകണം. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗോളായി വരുമ്പോൾ. അല്ല, ഇവിടെയും ഇപ്പോ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഇൻപുട്ട് ആണെന്ന് പറയാം അല്ലെ, അതൊരു നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റുകൾ വരുമ്പോൾ കുറെ വ്യവസായങ്ങൾ വരും, കുറെ ജോബുകൾ ക്രിയേറ്റ് ആകും. അതിന്റെ ശരിക്കും ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ടും നമ്മുടെ ഒരു ഗോളാകണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആകണ്ടേ? അതായത് ഇപ്പോൾ ഞാൻ ഡെയിലി ഓടാൻ പോകണം എന്നൊരു ഒബ്ജക്റ്റീവ് എനിക്ക് വെക്കാം. പക്ഷെ ഓടാൻ പോകുന്നതിലൂടെ എനിക്ക് വേറെന്തോ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മനസ്സമാധാനമാകാം, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആകാം, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളതാകാം. അപ്പൊ അതല്ലേ അതിന്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഹെൽത്തി ആകണം എന്നുള്ളതായില്ലേ? അപ്പൊ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് നടക്കണം, അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരണം എന്നൊരു ഒബ്ജക്റ്റീവ് നമുക്ക് ഉള്ളപ്പോൾ അതൊരു ഇൻപുട്ട് ആണെന്ന് കാണുകയാണെങ്കിൽ അതിന്റെ ഔട്ട്കം എന്താണ്? ശരിക്കും കേരളത്തിൽ എന്ത് നടക്കണം എന്നാണ് നമ്മൾ സബ് കോൺഷ്യസ്ലിയെങ്കിലും, അല്ലെങ്കിൽ താങ്കൾ കോൺഷ്യസ്ലി ആഗ്രഹിക്കുന്നത് എന്താണ്? അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ എന്താ ആഗ്രഹിക്കുക? ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ആഗ്രഹം എന്നുള്ളത് ലാഭം ഉണ്ടാവുക. ചിലർക്കാണെങ്കിൽ തൊഴിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെയായിരിക്കുമല്ലോ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് ഇൻഡിവിജ്വലിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ആ കമ്പോണൻ്റാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ഭാഗമാണല്ലോ. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സ്വാഭാവികമായിട്ടും ലാഭം അവരുടെ മോട്ടീവായിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെയായിരിക്കും. പക്ഷെ അത് ഒരു പബ്ലിക് ഗുഡുണ്ട്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ വരുന്നു, അവർക്ക് വരുമാനം കിട്ടുന്നു, അത് കമ്പോളത്തിലേക്ക് വരുന്നു, എക്കണോമി ചരിക്കുന്നു, ഗവൺമെൻറ് റവന്യൂ കിട്ടുന്നു, ഗവൺമെൻറ് വെൽഫെയർ മുന്നോട്ട് പോകുന്നു. ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, ഏറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത വിദ്യാഭ്യാസം, ആരോഗ്യം ഏറ്റവും മെച്ചപ്പെട്ടതാണ്. സോഷ്യൽ ഫാക്ടേഴ്സിൽ എന്നും മുന്നിലാണ്. അതെ. പക്ഷേ EMS അവസാനം പറഞ്ഞു, ഈ മാതൃകയ്ക്കൊരു വീക്ക്നെസ് ഉണ്ട്. ബേസ് ഇല്ല. ബേസ് ഈ കൃഷി, വ്യവസായം, സർവീസ്, ഇതാണല്ലോ പ്രൈമറി, സെക്കൻഡറി, ആ മേഖലകളിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഉൽപ്പാദന മേഖലയിൽ നമുക്ക് വളർച്ചയില്ല. ഒരിക്കലും അദ്ദേഹം മണി ഓർഡർ എക്കണോമി എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ട്രാൻസ്ഫറൊന്നും അന്നില്ലല്ലോ, ബാങ്ക് ട്രാൻസ്ഫറും ഗൂഗിൾ പേ ഒന്നും അന്നില്ലല്ലോ. അപ്പോൾ അതിന് വന്നിരിക്കുന്ന 1/4 ഓഫ് SGDP വരുമ്പോൾ തന്നെ റെമിറ്റൻസ് ഓഫ് കേരളൈറ്റ്സിൻ്റെ ആണ്. പക്ഷെ ഇത് നിലനിർത്തി പോകണമെങ്കിൽ ഈ വീക്ക്നെസ് പരിഹരിക്കണം. മുന്നോട്ട് പോകണമെങ്കിൽ അതിന് നമുക്ക് ഉൽപ്പാദന മേഖലയിൽ മുന്നേറ്റം ഉണ്ടാകാൻ കഴിയണം. അപ്പോൾ വ്യവസായം ശക്തിപ്പെട്ട് മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളത് നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ 16 മുതലുള്ള പിണറായി നയിക്കുന്ന ഗവൺമെൻറ് ഒരു പ്രത്യേകത, ഈ കേരള മോഡലിൻ്റെ ഈ മെച്ചപ്പെട്ട ആ ഭാഗം ശക്തിപ്പെടുത്തുന്നു. നേരത്തെ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയും, ഇപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷനായി, ക്വാളിറ്റി ഹെൽത്ത് കെയർ ആയി. അപ്പോൾ നേരത്തെ ക്വാണ്ടിറ്റിയിലായിരുന്നു, നമ്പർ എല്ലാവരുടെയും എത്തിക്കുക, എല്ലാവരും സ്കൂളിൽ കൊണ്ടുവരിക. അപ്പോൾ സ്കൂളിൽ നിന്ന് കുറച്ചുകൂടി ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടും, അല്ലെങ്കിൽ എല്ലാവർക്കും ഹെൽത്ത് കെയർ. ഇപ്പോൾ മതി ക്വാളിറ്റി ഹെൽത്ത് കെയർ തോന്നും. ഇപ്പുറത്ത് വ്യവസായം ശക്തിപ്പെടണം. നമുക്കൊരു നല്ല ചരിത്രമുണ്ട്, ആ ചരിത്രത്തെ നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കഥയായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് സ്ട്രെങ്തൻ ചെയ്തു. ഇതാണ് കേരള മോഡൽ എന്നാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഹെൽത്ത് കെയറും അതുപോലെ മറ്റ് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ബെറ്റർ ആക്കിയിട്ട് ഇന്ന് നമ്മൾ വ്യവസായം ബെറ്റർ ആക്കാനും, ബിസിനസ് ബെറ്റർ ആക്കാനും, എക്കണോമി ബെറ്റർ ആക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് ഇന്നെത്തി എന്നാണോ നമ്മൾ പറഞ്ഞു വരുന്നത്? അതെ, നമ്മളതിന് സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും ആദ്യ ഭാഗത്ത്. യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസം, ആരോഗ്യത്തിന് വരുന്ന മുടക്കുകളെല്ലാം നമ്മൾ സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയുണ്ട്. നമുക്ക് നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്നുള്ളത്. നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ ഒന്ന്, നേരത്തെ പറഞ്ഞൊരു ഡീപ്പ് റൂട്ടഡായിട്ട് നെഗറ്റീവ് പ്രിസംഷൻസ് മാറ്റണം, അത് നമുക്ക് പുറകെ വരാം. പിന്നെ നമ്മുടെ ലാൻഡ് അവൈലബിലിറ്റി, നമ്മൾ ഇന്ത്യയുടെ 1.18% ആണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ്, 2.8% ആണ് പോപ്പുലേഷൻ. നമ്മൾ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കൊച്ചു കേരളം അല്ലത്. ഈ ജോഗ്രഫിക്കലി ഡെമോഗ്രഫിക്കലി സ്മോൾ സ്റ്റേറ്റ് ആണെങ്കിലും മറ്റെല്ലാ ഇൻഡിക്കേറ്റേഴ്സും ബിഗ് സ്റ്റേറ്റ് ആണ് കേരളം. ഹെൽത്ത് എടുത്താൽ, എഡ്യൂക്കേഷൻ എടുത്താൽ, ക്വാളിറ്റി ലൈഫ് എടുത്താൽ, ടൂറിസം, മറ്റു പല പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ഒരു ബിഗാണ്. നമുക്ക് ലാൻഡ് കുറവാണ്. ഉള്ള ലാൻഡാണെങ്കിൽ എക്കോളജിക്കലി വെരി സെൻസിറ്റീവ്. ഒരു സൈഡ് CR സൈഡ്, വേറെ സൈഡ് വെസ്റ്റേൺ ഗെറ്റ്, നടുക്ക് വെറ്റ് ലാൻഡ് റെഗുലേഷൻ, പിന്നെ വനം 30% വനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേഷ്യോ വരുന്ന സ്റ്റേറ്റിലൊന്നാണ്. ഇപ്പോൾ വന്യമൃഗങ്ങൾ കുറേ കൂടി സ്ഥലം ചോദിക്കുന്നുണ്ട്, ഒരു സിറ്റിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ്, സ്ഥലം കുറവാണ്, ഇക്കോളജിക്കലി സെൻസിറ്റീവാണ്, വലിയ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ് പറ്റില്ല, പക്ഷെ നമുക്ക് ക്വാളിറ്റി ആയാണ്.
ഇപ്പോൾ നിങ്ങൾ എവിടെ പോകണമെങ്കിലും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ മാസ്ക് വയ്ക്കണം. വേറെ സ്റ്റേറ്റിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും 46 സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്നതിന് തുല്യമാണെന്നാണ് വാർത്ത. പക്ഷേ ഞങ്ങൾ ദാവോസിൽ പോയപ്പോൾ 60ഓളം ഉണ്ട് അവിടുത്തെ എയർ ക്വാളിറ്റി. ഇവിടെ 20-22 ആ ദിവസം കൊച്ചിയിൽ. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്. നല്ല എയർ ഉണ്ട്, അതുപോലെ തന്നെ 44 നദികൾ, നല്ല വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം നമ്മുടെ പോസിറ്റീവാണ്. പിന്നെ ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്. 139 രാജ്യങ്ങളിൽ കേരള മലയാളികളുടെ പ്രസൻസ് ഉണ്ട്. അപ്പം ഇത് തിരിച്ച് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? അപ്പോൾ ചിലർ പറയുമല്ലോ ഇവിടുന്ന് ആളുകൾ തൊഴിൽ തേടി പുറത്തേക്ക് പോകുന്നു, പഠിക്കാൻ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. ശരിക്കും എല്ലായിടത്തും പോകുന്നുണ്ട്, നമ്മളോടൊന്നും പോകുന്നുണ്ട്. വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് മാത്രമേ പോകുന്നുള്ളൂ, തോന്നി പോകുന്നുള്ളൂ. നമ്മൾ ഈ നാഷണൽ മൊബിലിറ്റി റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ കേരളം ആദ്യത്തെ ഒരു 3-5 റാങ്കിലില്ല കുട്ടികൾ പോകുമ്പോൾ. ഇതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആളുകൾ ജോലി ചെയ്യാൻ പോകുന്നു. പണ്ട് ബോംബെ, പിന്നെ സിലോൺ, പിന്നെ ഗൾഫ്, ഇപ്പോൾ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, കാനഡ, ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് പോകുന്നു. അപ്പോൾ ബംഗാൾ അല്ലെങ്കിൽ ബീഹാർ, ഗുജറാത്ത്, ആസാം ഇവിടെ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു, അവരിങ്ങോട്ട് വരുന്നു. നമ്മുടെ കൂടെ പഠിക്കാൻ പോകുന്നു. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ കാലത്തൊക്കെ യൂണിവേഴ്സിറ്റി വഴിയെ പോവുക, കേംബ്രിഡ്ജ്, ഹാർവാർഡ്, ഓക്സ്ഫോർഡ്, അല്ലെങ്കിൽ MIT, യേല്, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ മറ്റേ LSE, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഇങ്ങനെയൊക്കെ നോക്കി പോവുക. ഇപ്പോൾ ആളുകൾ രാജ്യങ്ങളിലേക്ക് പോവുക കുട്ടികൾ. UK ഏതോ യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചാൽ പിള്ളേർക്ക് പിടി ഉണ്ടാവില്ല. പക്ഷെ അവർ UK, കാനഡ, ഇങ്ങനെയുള്ള ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർ പറയുക. ഇപ്പോൾ നടക്കുന്നത് കുറച്ചും കൂടി പണ്ടത്തേനേക്കാൾ കൂടുതൽ അലാമിംഗ് അല്ലേ? കാരണം പണ്ട് ആൾക്കാർ പ്രൈമറിലി തൊഴിലവസരങ്ങൾ നോക്കിയിട്ടാണ് പോയിരുന്നത്. അവർ പോകുമ്പോഴും അവർക്കറിയാം തൊഴിൽ ചെയ്ത് പൈസ ഉണ്ടാക്കി പൈസ തിരിച്ച് നാട്ടിലേക്ക് അയക്കണം, കുറേ വർഷങ്ങൾ ജോലി ചെയ്തതിനു ശേഷം തിരിച്ചു വരണം എന്നുള്ള വ്യക്തമായ പ്ലാനോട് കൂടിയായിരുന്നു പണ്ട് ആൾക്കാർ പോയിക്കൊണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ യുവത്വം അല്ലെങ്കിൽ കുട്ടികൾ പോകുന്നതേ പെർമനന്റ്ലി ഷിഫ്റ്റ് ചെയ്യാം, ഒരിക്കലും തിരിച്ചു വരണ്ടല്ലോ. പിന്നെ അവരുടെ ജനറേഷനും അടുത്ത ജനറേഷനും തലമുറകളും എല്ലാം അവിടെ ആയി പോകുമ്പോൾ അത് നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരു റിസോഴ്സ്. നഷ്ടപ്പെടില്ല, ഇതിന് കുറേ പ്രശ്നമുണ്ട്, നമുക്ക് തടയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ വെച്ചാൽ അവർ പോകുന്നു. ചിലരിപ്പോൾ തിരിച്ച് കയ്യിലും കാലിലും ചങ്ങലയായിട്ട് വിമാനത്തിൽ വരും, UK ക്രൈസിസിലേക്ക് വരുന്നു. ഇപ്പോൾ ഇക്കണോമിക് ക്രൈസിസിൽ വന്ന് സ്വാഭാവികമായിട്ടും ഈ മൈഗ്രൻ്റായ ആളുകൾ പുറത്തേക്ക് തള്ളാൻ തുടങ്ങും. ഇപ്പോൾ കാനഡ പ്രശ്നം വന്നില്ലേ, UK പ്രശ്നം വന്നു, ഓസ്ട്രേലിയ പിന്നെ വലിയ ഭൂവിസ്തൃതിയും കുറച്ച് ജനസംഖ്യകളോട് കുറേ കാലത്തേക്ക് പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ പല പ്രശ്നങ്ങളും വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാനുള്ളത് അവർ അവിടെ ചെയ്യുന്ന ജോലി ചെയ്യാവുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കണം. അതാ പ്രധാനം. 2 കുട്ടികൾ പോയി പഠിക്കാൻ യൂണിവേഴ്സിറ്റി പോകുന്നു. അവരവിടെ പോകുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം എന്താ നോക്കുക? എത്ര നോബൽ റേറ്റ് ഫാക്കൽറ്റിയിലുണ്ട്, എന്താണ് കരിക്കുലം, എന്താണ് സ്ഥിരം, ഒന്നും നോക്കില്ല. ഇറങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ ഫോൺ അവരന്വേഷിക്കാൻ പോകുന്നത് പാർട്ട് ടൈം ഇവിടെ കിട്ടുന്നതാണ്. മറ്റേക്ക് പിന്നെ വരുന്നത് പാർട്ട് ടൈം കിട്ടുമെന്നുള്ളൂ. മിക്കവാറും കെയർ ഹോം ഇങ്ങനെയൊക്കെ ആയിട്ട് പോവുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ അതിന് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ വേണം, ഒപ്പം തന്നെ പാർട്ട് ടൈം ജോബ്. കാരണം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇതാണ് നമ്മളിപ്പോൾ ഇത് ഒബ്ജക്റ്റീവ് റിയാലിറ്റീസ്. വാട്ട് ഈസ് എ പ്രിവെയിലിംഗ് ഒബ്ജക്റ്റീവ് റിയാലിറ്റീസ്? അത് റെക്കഗ്നൈസ് ചെയ്യുക. അവനനുസരിച്ചാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അവിടെ എന്തെങ്കിലും നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ? ഈ കുട്ടികൾ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ എന്തെങ്കിലും ഓൾറെഡി പ്ലാൻസ് ഉണ്ടോ? എന്തെങ്കിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തല്ലോ. ഇപ്പോൾ നോക്കൂ, ഇത്തവണ നീതി ആയോഗിൻ്റെ മീഡിയയിലൊന്നും പത്രത്തിലൊന്നും വന്നിട്ടില്ല. ഏതോ ഒരു പത്രത്തിൽ ഒരു വാർത്ത കണ്ടു, ബെസ്റ്റ് പെർഫോമറാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ എൻറോൾമെൻറ്റിൽ കേരളം. വലിയ മാറ്റമാണ്. കേരളത്തിൻ്റെ 12-41 മറ്റുള്ള ഒരു വളർച്ചാ നിരക്കാണ് ഇപ്പോൾ ഏറ്റവും ഒരു കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ റിപ്പോർട്ടിൽ. ഇപ്പോൾ നമ്മുടെ 4 ഇയർ ഇത് വന്നു, യൂണിവേഴ്സിറ്റികൾ റാങ്കിങ്ങിൽ 50-നുള്ളിൽ വന്നു, കോളേജുകൾ വന്നു. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്, കോളേജിനോട് ചേർന്ന് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് പാർട്ട് ടൈമായിട്ട് IT കമ്പനി ജോലി ചെയ്യാം, അവിടെ ശമ്പളം കിട്ടും, ഇവിടുന്ന് ക്രെഡിറ്റും കിട്ടും. അല്ലെങ്കിൽ പോളിമർ ടെക്നോളജി പഠിക്കുന്നു, റബ്ബർ കമ്പനി ജോലി ചെയ്യാം. അല്ലെങ്കിൽ ഡിസൈൻ പഠിക്കുന്നു, ഗാർമെൻറ്റ് ജോലി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ കോമേഴ്സ് പഠിക്കുന്നു, ഫിൻടെക്കിൽ ജോലി ചെയ്യാം. അപ്പോൾ ഇത് വരുമ്പോൾ കുട്ടികൾക്ക് ശമ്പളം എക്സ്പീരിയൻസും കിട്ടും, ഈ പുറത്ത് കിട്ടും. പിന്നെ ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പ്. IBM വന്നു. IBM വന്നപ്പോൾ അവർക്ക് ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ 6 മാസത്തെ കൊടുക്കും, ഒരു വർഷത്തെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ആളുകൾ ജോലി ചെയ്യും. പിന്നെ ഇപ്പോൾ ഒരു ഗാർമെൻറ്റ് കമ്പനിയാണെന്ന് കരുതുക, ഒരു 98% മൈഗ്രൻ്റ് ലേബർ ആയിരിക്കും. നമ്മുടെ ആളിലൊന്നും ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നില്ല. ഓഫീസേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസർ കാറ്റഗറിയൊക്കെ ആയിരിക്കും. ശരാശരി 10,000 രൂപ ശമ്പളം കിട്ടും. 10,000 പേര്, വർഷം 120 കോടി രൂപ. അത് അവർ ചപ്പാത്തി ദാനം കഴിച്ച് ബാക്കി അവരുടെ സ്റ്റേറ്റിലേക്ക് അയക്കും. നമ്മളിപ്പോൾ IBM വന്നു, 3000 പേര്, ശരാശരി പെർ ആനം 20 ലക്ഷം, 600 കോടി ഒരു വർഷം. ഈ 600 കോടി ഉള്ളത് വേണോ, പുറത്തേക്ക് പോകുന്ന 120 കോടി വേണോ? മറ്റേതിന് ചിലപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യും. ഇവിടെയാണെങ്കിൽ മലയാളികളായിരിക്കും കൂടുതൽ. റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഓൾസോ ഹാപ്പനിങ്.
മറ്റ് സ്റ്റേറ്റിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു. ഒരാൾ 20 ലക്ഷം രൂപ വർഷം കിട്ടുന്ന ഒരാളുണ്ടെങ്കിൽ സ്വിഗ്ഗി കൊണ്ടുവന്നവരുടെ എണ്ണം കൂടും, കാർ ഓടിക്കുന്നവരുടെ എണ്ണം കൂടും, കെയർ ടേക്കറുടെ എണ്ണം കൂടും. ഒരു 1:4 or 5 ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ജനറേഷൻ വരും. ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഒരു നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. എന്നാലും പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നിരിക്കെ നമുക്കൊന്ന് നമ്പർ ഇട്ട് പറയാനാണെങ്കിൽ എക്സാക്ട്ലി എന്തൊക്കെ ചെയ്താലായിരിക്കും പുറത്തേക്ക് പോകുന്നവരുടെ അഗൈൻ അതിനൊരു നമ്പറായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യാനാണെങ്കിൽ അത് കുറക്കാൻ അല്ലെങ്കിൽ റിവേഴ്സ് മൈഗ്രേഷൻ കൂട്ടാനായിട്ട് എന്താണ് എക്സാക്ട്ലി ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടോ? അതല്ലേ ഞാൻ ഈ പറഞ്ഞ ഈ ഭാഗം നോക്കുന്നത്. നമുക്ക് ഒരിക്കലും തടസ്സപ്പെടുത്താൻ പറ്റില്ല. നിങ്ങളിവിടെ തന്നെ നിൽക്കണം ഒരു നിയമം കൊണ്ട് തടയാൻ പറ്റില്ല. അവർക്ക് വളരാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അതിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇനി സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടി കുറേ കൂടി നമ്മുടെ മാറി തീർക്കാറുണ്ട്. 20 ഇപ്പോൾ HCL ഇപ്പോൾ അവരുടെ ക്യാമ്പസ് തുടങ്ങി. 60 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആളുകളുടെ കമ്പനിക്ക് ഒരു വർഷം. അപ്പോൾ ഇത്രയും പൈസ കിട്ടുന്ന ഇവരെന്ത് ഇവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അവന്യൂസ് നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്യണം. പല രീതിയിലുള്ള അവന്യൂസ് വേണ്ടി വരും, അതിനുള്ള മോളുകൾ വേണ്ടി വരും, മറ്റ് സംവിധാനങ്ങൾ വേണ്ടി വരും, റിക്രിയേഷൻസ് വേണ്ടി വരും, എൻ്റർടൈൻമെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വേണ്ടി വരും. അപ്പോൾ പലതരത്തിൽ എക്കണോമി ചലിക്കാൻ തുടങ്ങും. അതാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതിലേക്കൊക്കെ വരണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ഭാഗി പ്ലാനിങ് ആണല്ലോ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കേരളം ഈ റാങ്കിങ്ങിലേക്കൊക്കെ വരണം. അതിനു മുൻപ് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. കേരളത്തിൽ പറ്റും എന്നൊരു വിശ്വാസം. അപ്പോൾ നമ്മൾ കേരളം, നിങ്ങൾ പറയുന്ന കേരളമാണോ ശരിക്കും? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളമാണോ യഥാർത്ഥ കേരളം? അതാണ് നമ്മൾ ആദ്യം അവതരിപ്പിക്കേണ്ട ഒരു ഭാഗം. ഇപ്പം എൻ്റെ ആദ്യത്തെ ഇതിലെല്ലാം ആ ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യത്തെ റൗണ്ട് നമ്മൾ സംരംഭകരെ കാണുമ്പോൾ അവരോട് ചോദിച്ചു, ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി എവിടെയാണ്? ഒരു കൈയും പൊങ്ങിയില്ല. സംരംഭകരാണ്. അറിയുന്നതായിരുന്നില്ല. ഡൈമർ ടെസ്റ്റ് ചെയ്യുന്ന കൺസ്യൂമബിൾ ഡെവലപ്പ് ചെയ്ത് പേറ്റന്റ് കിട്ടി പ്രൊഡ്യൂസ് ചെയ്ത കമ്പനി ഏത് സ്റ്റേറ്റിലാണ്? ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി എവിടെയാണ്? ആർക്കും പിടിയില്ല. ഇതൊന്നും വന്നിട്ടില്ല. എന്നാൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ആ ബസ് ഓടിക്കഴിഞ്ഞപ്പോൾ മറ്റ് സ്റ്റേറ്റിൽ പോയപ്പോൾ ആ ബസ്സിൻ്റെ പേര് വെച്ച് ഉറക്കത്തിൽ ചോദിച്ചാലും മലയാളി പറയും. അല്ലെങ്കിൽ അവിടെ നമ്പർ കിട്ടാതെ ഒരാൾ ഇരുന്നില്ല, അയാളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും. മറ്റേ നെഗറ്റിവിറ്റിക്കാണ്. ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ ഞാൻ വരുമ്പോൾ ഒരാൾ എനിക്ക് അയച്ചത് ഇവിടെ തിരുവനന്തപുരത്ത് എവിടെയോ ഒരു ഫിഷിങ്, അതിന് PWD അനുമതി വേഗം കിട്ടി, ബാക്കിയെല്ലാം സൗകര്യം കിട്ടി. പക്ഷെ ആരോ പാർട്ടി പ്രവർത്തകനായി തടസ്സമുണ്ടാക്കി. അതുകൊണ്ട് വ്യവസായ സൗഹൃദമാണോ? ഇതാണ് ചോദ്യം. എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ കഴിഞ്ഞ വർഷം ഡിസംബറിൽ വലിയൊരു വിൻഡ് മില്ല് ഉണ്ടാക്കുന്നിടത്തൊരു പ്രൊട്ടസ്റ്റ് വന്നു. പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ അത് അന്വേഷിക്കാൻ പഞ്ചായത്ത് സർപഞ്ച് പോയി. വലിയ തർക്കമൊന്നുണ്ടായാലും അടിച്ചു കൊന്നു. അപ്പോൾ അത് ചെറിയ വാർത്തയാണ്. ഇപ്പോൾ മലയാളി അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ ഈ നടന്ന കാര്യം മാതൃഭൂമി എത്ര ഇതായിട്ടാണെന്ന് പറയും. ആദ്യം നമ്മൾ പറയുന്ന വ്യവസായ സൗഹൃദം. അപ്പം ഇതാണോ സൗഹൃദം? ഇതെല്ലാ സ്ഥലത്തും ഉണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ അവിടെ ആ വാർത്ത തന്നെ ഉദ്യോഗസ്ഥർ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു, PWD സാധാരണ വേഗത്തിൽ കൊടുത്തു, കടലിൽ നിന്ന് വെള്ളം കൂടെ എല്ലാ സൗകര്യം ചെയ്തു, ഗവൺമെൻറ് എല്ലാം ചെയ്തു. മറ്റത് ഒറ്റപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ ആളുകൾ വളരെ കഠിനാധ്വാനം ചെയ്ത് ഉടൻ ചോദ്യം വരും, ഇതാണോ സൗഹൃദം? അപ്പുറത്താണെങ്കിൽ ഈ മരണം നടന്നത് ഒരാൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ ഐഫോൺ ഫാക്ടറി അടിച്ചു തകർന്നു, 450 കോടി നഷ്ടമുണ്ടായി. കേരളത്തിലല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം CAയുടെ മീറ്റിംഗ് ചോദിച്ചു, ഇങ്ങനൊരു സർപഞ്ച് ഇപ്പോൾ ആർക്കും അറിയില്ല. ഗൂഗിൾ എടുക്കാൻ പറഞ്ഞു, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കാണാത്ത ചില സ്റ്റേറ്റും ചില കണ്ടെത്തി. ചെറിയ വാർത്തകളാണ്. പക്ഷെ അത് കേരളത്തിലാണെങ്കിൽ ഇതിനായിരിക്കും പ്രാധാന്യം, നെഗറ്റിവിറ്റിക്കാണ് പ്രാധാന്യം. ഇപ്പോൾ ഐഫോണിൻ്റെ ഒരു 450 കോടി ഫാക്ടറി തകർത്ത് ആ സ്റ്റേറ്റിൽ വാർത്ത പോലുമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ടെക്സ്റ്റൈൽ വാറങ്കൽ, തെലങ്കാനയിൽ വാറങ്കൽ ഒരു വലിയ പ്രദേശം. അവിടെ AP റയോൺസിൽ തർക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ ജനറൽ മാനേജർ വെടിവെച്ച് കൊന്നു. ഡൽഹിയോട് ചേർന്ന് മാരുതിയുടെ അവിടെ സമരം നടന്നു, വലിയ പ്രശ്നങ്ങൾ വന്നു. കുറച്ച് വാർത്ത വന്നതാണത്. കുത്തിക്കൊന്നു ഈ തർക്കത്തിനിടയിൽ. കേരളത്തിൽ 50 വർഷത്തെ ചരിത്രത്തിൽ അങ്ങനെയില്ല. പക്ഷെ പ്രിസംഷൻ എന്താ? ഇവിടെ വന്നാൽ തുടങ്ങിയാൽ സൂയിസൈഡിന് തുല്യമാണ്. ഏതെങ്കിലും ഒരു കഥയുണ്ടാവും, ആ കഥ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ആ കഥ പോലും ഇതാണോ എന്നുള്ള ആധികാരിക തെളിവുകളുണ്ടാവില്ല. പക്ഷെ നമ്മളത് നിർമ്മിച്ച് ഇങ്ങനെ തന്നെ തുടർച്ചയായിട്ട് അവതരിപ്പിക്കും. അതിങ്ങനെ പലരുടെ മനസ്സിൽ കിടക്കും. ഇവിടെ മാത്രം എല്ലാ ഭാഷയിലേക്കും കൊടുക്കും, എല്ലായിടത്തേക്കും എത്തിക്കും. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്നുള്ളത്. അല്ല, ഇത് പറഞ്ഞ പോലെ ഒരു പെർസെപ്ഷൻ പ്രോബ്ലം തന്നെയാണ്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഞാനും ഒരു ഫിൻടെക് സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരാളാണ്. 2020 കേരളത്തിലാണ് തുടങ്ങിയത്. 2021 വരെ നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഓഫീസിലാണ് നമ്മുടെയും ഓഫീസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് പുറത്തു നിന്ന് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് റേസ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നമുക്ക് കുറേ കൂടി ഗ്രോ ചെയ്യാനായിട്ട് നല്ല ടാലന്റിനെ ഹയർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ
നേഷൻ വൈഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചു. നമ്മുടെ പണ്ട് ഞാൻ വർക്ക് ചെയ്തതും എൻ്റെ കോ ഫൗണ്ടർ വർക്ക് ചെയ്ത നമ്മുടെ നെറ്റ്വർക്കിലുള്ള മലയാളികളല്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ, വളരെ നല്ല കഴിവുള്ള, നമുക്ക് ഹയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറേയധികം ആൾക്കാരുണ്ടായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് നമ്മൾ കേരളത്തിലാണ് ഓപ്പറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ കൊച്ചിയിൽ വന്ന്, നമ്മൾ കൊച്ചിയിലായതുകൊണ്ട് കൊച്ചിയിൽ വന്ന് ജീവിച്ച് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് 2021 ഫോഴ്സ്ഡ് ആയിട്ട് നമുക്ക് ബാംഗ്ലൂരിലേക്ക് മാറി പോകേണ്ടി വന്നിരുന്നത്. അപ്പോൾ മലയാളികൾ പുറത്തേക്ക് ജോലി തേടി പോകുന്നു, പഠിക്കാൻ പോകുന്നു, പക്ഷെ ബിസിനസ് നടത്താൻ പോലും പുറത്തേക്ക് പോകുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, മറ്റു കഥകളും ഇതുപോലെ താങ്കൾ കേട്ടിട്ടുണ്ടാകും. യൂണിക്കോൺ സ്റ്റേറ്റസ് ഉള്ള പല സ്റ്റാർട്ടപ്സ് പോലും മലയാളികൾ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് പുറത്തേക്ക് പോയി ബാംഗ്ലൂരും ഹൈദരാബാദും പോയി ഓഫീസ് ഉണ്ട്. അപ്പോൾ അതും ഇപ്പൊ നമ്മൾ സംസാരിച്ച വിഷയം തന്നെയാണ്. പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് കേരളത്തിലേക്ക് വരാൻ അഗെയിൻ ആ പെർസെപ്ഷൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതിന് അഗെയിൻ എനിക്കറിയാം മേ ബി കുറച്ചൊന്ന് റിപ്പീറ്റേറ്റീവ് ആകുന്നുണ്ട്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആസ് മണി. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് നമ്മൾ നടത്തുന്നു. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ആ കമ്പനികളിൽ വർക്ക് ചെയ്യാൻ ഒരു ടാലന്റ് പൂളും, കേരളത്തിലെ ടാലന്റ് പൂള് മാത്രം മതിയാകില്ലല്ലോ ഏറ്റവും നല്ല കമ്പനികളും ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസും ബിൽഡ് ചെയ്യാൻ. പുറത്തുനിന്നുള്ള ടാലന്റിനേക്ക് ഇവിടേക്ക് അട്രാക്ട് ചെയ്യണ്ടേ? അപ്പോൾ അതിന് സ്പെസിഫിക്കലി വർക്ക് ഇൻ കേരള സമ്മിറ്റ് പോലെയുള്ള എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ? അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത്? അല്ല, നമ്മൾ പറയുന്ന കാര്യം വർക്ക് ഫ്രം ഹോം പോലെ വർക്ക് ഫ്രം കേരള. നിങ്ങളിപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലാണെങ്കിൽ 3 മാസമൊക്കെ പുറത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി വീട്ടിലിരിക്കുന്നത്. ക്ലൈമറ്റ് പ്രശ്നമാണ്, മറ്റു പല സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ പൊല്യൂഷൻ പ്രശ്നം ഉണ്ടാവും, ട്രാഫിക് പ്രശ്നങ്ങളുണ്ടാവും. കേരളത്തിലാണെങ്കിൽ ആ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ഇപ്പോൾ യൂബറിൻ്റെ പ്രോഗ്രാം അവിടെ എഴുതിയത്, യൂബർ വർക്കലയില, അവർ വർക്കലയിൽ വന്നിട്ട് ശാന്തമായിരുന്നപ്പോഴാണ് പ്രോഗ്രാം വന്നത്. ആദ്യത്തെ ഡെവലപ്മെൻറ്റ് അവിടെ നിന്നാണ്, ആർക്കും അറിയില്ല. ദാറ്റ്സ് റിയാലിറ്റി. ഇവിടെ ഇരുന്ന് ശാന്തമായ കാര്യങ്ങൾ അവർ എഴുതി. അപ്പോൾ നല്ലൊരു അന്തരീക്ഷം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോൺഫിഡൻസ് ബിൽഡിങ്ങിന് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് വെച്ച്. അപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നുന്നു. ഒരു ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷനാണ് ഞാൻ കാണുന്നത്. മറ്റ് സ്റ്റേറ്റിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ പോലെയല്ല ഞങ്ങൾ പോകുന്നത്. വൻകിട വ്യവസായങ്ങൾ നഗര കേന്ദ്രീകൃതമല്ല. കേരളത്തിൻ്റെ പ്രത്യേകത, കേരള ആസ് എ ഹോൾ ഇറ്റ് ഈസ് എ സിറ്റി, വെരി ഡിഫിക്കൽട്ട് ടു ഡിമാർക്ക് ഇൻ ബിറ്റ്വീൻ വില്ലേജ് ആൻഡ് സിറ്റീസ്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് കേരളം. ഇപ്പോൾ ന്യൂയോർക്കാണ് ഒരു സിറ്റിയാണ്, പിന്നെ കുറേ ശൂന്യതയാണ്. അല്ലെങ്കിൽ മറ്റ് പല ബാംഗ്ലൂർ, അത് കഴിഞ്ഞ് പിന്നെ കുറേ ആണ്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ വടക്കോളം തെക്ക് വരെ നടന്നാൽ ആളില്ലാത്തവരോടും കാണാൻ പറ്റില്ല. പുറത്തുനിന്ന് സുഹൃത്തുക്കളൊക്കെ കേരളം കാണാൻ വരുമ്പോൾ പറയും, മറ്റേ എന്താ ഗാവില്ലല്ലോ, വില്ലേജുകളില്ല, അതെ അതെ അതെ. ഓരോ 3 കിലോമീറ്ററും ജംഗ്ഷനുകളാണ്, വികസനം മാത്രമേ കാണാൻ പറ്റുള്ളൂ. 50% ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ അർബൻ പോപ്പുലേഷനാണ്. ഒരു 10 വർഷം കൊണ്ട് 70% ആവും. അപ്പോൾ കേരളം മൊത്തത്തിലൊരു വികസനം കൊണ്ടുവരുന്നു, ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ട് നമുക്ക്. ഇല്ല, അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് കേരളത്തിന് നമ്മൾ സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ താങ്കൾ സ്വപ്നം കാണുന്ന, ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കേരളം എന്താണെന്നുള്ളത് മേ ബി സംസാരിക്കാം. അപ്പോൾ അത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഇൻക്ലൂസീവ്, ഒരു സിംഗിൾ സിറ്റി, സിംഗിൾ മോഡലിലാണോ, അതോ പല പല ഹബ്ബുകൾ കാണുന്നുണ്ടോ, ഏതെങ്കിലും സ്പെസിഫിക് സെക്ടേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അത് നമ്മളിപ്പോൾ 22 പ്രയോറിറ്റി സെക്ടേഴ്സ് നമുക്ക്. നമ്മളിത് വി ആർ ട്രൈങ് ടു ട്രാൻസ്ഫോം ദ സൊസൈറ്റി ഇൻ ടു നോളേജ് സൊസൈറ്റി, ഇക്കണോമി ഇൻ ടു നോളേജ് ബേസ്ഡ് എക്കണോമി. For knowledge-based economy, knowledge should become a capital. നോളജ് ആണ് സ്ട്രെങ്ത്. അപ്പോൾ നമുക്ക് അതിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ നോളജ് ഇൻഡസ്ട്രീസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നോളജ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? 22 പ്രയോറിറ്റി സെക്ടേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒബ്വിയസ്ലി ടൂറിസം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. ടൂറിസം, IT, അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഷിപ്പിംഗ് ആൻഡ് മാരിടൈം നമുക്ക് ഷിപ്പ്യാർഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏറ്റവും ഒരു ആങ്കർ ഇൻഡസ്ട്രിയാണ്. വിഴിഞ്ഞം വന്നു. വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ, ലണ്ടൻ സിഡ്നി ഇന്റർനാഷണൽ റൂട്ടിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമുള്ളൂ. അതുപോലെ 24-20 അടിയോളം നാച്ചുറൽ ഡെപ്താണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഈ തുറമുഖം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം ലാഭിക്കുക ഒരു ഷിപ്പിന്. കൊളംബോ ഉപയോഗിക്കുന്നതിനേക്കാൾ, മറ്റ് തുറമുഖം ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരു ദിവസം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ $25,000 സേവ് ചെയ്യും. 10 ദിവസം $200,000 സേവ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കപ്പലുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ നല്ല ഇത് വന്നല്ലോ. അപ്പോൾ ഇതിൽ റോ മെറ്റീരിയൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരും, ആ കാലി കമ്പോണൻസ് പലയിടത്തു നിന്ന് വരും. അതൊരു മാനുഫാക്ചർ സോണിലേക്ക് എത്തുക, അവിടെ അത് പ്രൊഡക്റ്റാക്കി മാറ്റുക, തിരിച്ച് ഷിപ്പിലേക്ക് വരിക. അതാണ് നമ്മൾ ഗ്രോത്ത് കോറിഡോർ എന്ന് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ വിഴിഞ്ഞം ഒരു ഗേറ്റ് വേ ആണ്. കേരളത്തിൽ അതുള്ള ഇന്ത്യയുടെ വലിയ പൊട്ടൻഷ്യലാണ്. നമ്മൾ പണ്ട് നദികൾക്ക് ചുറ്റും ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടാവും. ഈ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് കൃഷി ശക്തിപ്പെടുക. അപ്പോൾ ഇൻഡസ്ട്രിക്ക് ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ വരും വിഴിഞ്ഞത്തിന് ചുറ്റും. അതിപ്പോൾ നമ്മുടെ കോറിഡോർ വരും. ഇവിടെ മാത്രം നിൽക്കില്ല, നമ്മുടെ കൺട്രോളിലൂടെ ഉള്ളു. തമിഴ്നാട്ടിലും സ്വാഭാവികമായിട്ട് അപ്പുറത്തും വരും. അപ്പോൾ ഈ ക്യാച്ച്മെൻറ്റ് ഏരിയയിലെല്ലാം തന്നെ നമുക്ക് ഇൻഡസ്ട്രീസ് ആരംഭിക്കാൻ കഴിയും.
അപ്പൊ ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്പെസിഫിക്കലി പ്ലാൻ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയല്ലോ. ഞങ്ങൾ ഈ സാധാരണ ഇൻവെസ്റ്റ് സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടിക്കാഴ്ച എല്ലായിടത്തും, ഒരു കെട്ടുകാഴ്ചകളിലും ഭയങ്കര ഷോയാണ് മിക്കവാറും നടത്തുക. ഷോ വേണ്ടി വരും, ആളുകൾ കോൺഫിഡൻസ് കാണും. പെർസെപ്ഷൻ മാറാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷോ പലപ്പോഴും ആവശ്യമാണ്. ഞങ്ങൾ 21 തന്നെ തീരുമാനിച്ച് 25 മതിയെന്ന്. കാരണം നമ്മൾ ഈ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ എല്ലാം സിംപ്ലിഫൈ ചെയ്യണം. ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 50 കോടി രൂപ വരെയുള്ള ഇൻഡസ്ട്രി കേരളത്തിൽ തുടങ്ങാം. നേരെ ഒറ്റ മിനിറ്റ് കൊണ്ട് 50 കോടി രൂപ വരെയുള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ, ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ ഇവിടെ തുടങ്ങാം. ജസ്റ്റ് നിങ്ങൾ KCFT കയറി അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ അപ്രൂവൽ കിട്ടും. 3.5 വർഷത്തേക്ക് ഒരു ലൈസൻസും വേണ്ട. ഇതൊക്കെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ. അതെ, ഈ 3.5 വർഷത്തിനുള്ളിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആവശ്യമായ ലൈസൻസുകൾ എടുത്താൽ മതി. ഇനി വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ, എബോവ് 50 crore ആണെങ്കിൽ, ഒരു ബ്യൂറോ നിയമസഭ ഒരു നിയമം പാസ്സാക്കി ആ ബ്യൂറോ 7 ദിവസം കൊണ്ട് ലൈസൻസ് കൊടുക്കണം. എല്ലാ രേഖകളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻസ്പെക്ഷൻ എല്ലാം സോഫ്റ്റ്വെയർ ബേസ്ഡ് ആക്കി. KCFT കേരള ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള കേസിസ് സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം കൊണ്ടുപോകുന്നു. അപ്പോൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ട്രാൻസ്പെറൻസി വന്നു. സബ്ജക്റ്റീവ് മാറ്റേഴ്സ് ഇല്ല. ഇന്ന ഉദ്യോഗസ്ഥൻ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. സിസ്റ്റം പറയും എക്സ് അവിടെ പോവുക, വൈ ഇവിടെ പോവുക. അപ്പോൾ ആ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തി, മിസ്യൂസ് ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ വന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ വിഴിഞ്ഞ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാട്, നമുക്കിപ്പോൾ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ 1710 ഏക്കർ അവിടെ അക്വയർ ചെയ്ത് കഴിഞ്ഞു. അവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വലിയൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ വരും. അതൊരു സിറ്റിയാണ്. അതിനകത്ത് ഇൻഡസ്ട്രി വരും, ഫാർമസി, മാനുഫാക്ചറിങ് ഉണ്ട്, പല മേഖല, ലോജിസ്റ്റിക് ഉണ്ട്, അതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, കമേഴ്ഷ്യൽ ഏരിയ ഉണ്ട്. അപ്പോൾ അതിന് വലിയൊരു, ഇപ്പോൾ തൃശ്ശൂർ വരെ വേണമെങ്കിൽ അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ വരാം. പിന്നെ കൊച്ചി പ്രധാനപ്പെട്ട നമ്മുടെ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ സോണാണ്. 90-ലാണ് ടെക്നോ പാർക്ക് കൊടുക്കുന്നത് തിരുവനന്തപുരത്ത്. അതെ, അതിന്റെ കഥ ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ടെക്നോ പാർക്കാണ്. അതെ, അപ്പോൾ ആളുകളോട് ചോദിക്കുമ്പോൾ ടെക്നോ പാർക്ക് അത് ബാംഗ്ലൂർ അല്ലേന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഹൈദരാബാദ് അല്ലേന്ന് ചോദിക്കും. നമ്മൾ ഈ ഡീപ്പ് റൂട്ടഡ് പ്രിസംഷൻസ് ഉണ്ട്. ഇപ്പോൾ ചിലരോട് ചോദിക്കുകയാണ് മെട്രോ എവിടെ തുടങ്ങിയത് ആദ്യം, ആൾ നിന്ന് മറുപടി പറയും ഇന്ത്യയിൽ മെട്രോ ഇവിടെ ആദ്യം തുടങ്ങി ഡൽഹിയാണെന്ന് അല്ലെങ്കിൽ കൊൽക്കത്തയാണെന്ന്. നിങ്ങൾ ഓർത്തെടുക്കണം, ഡൽഹിന്നാണ്. ഇപ്പോൾ കിറ്റെക്സ് പോയില്ലേ എന്ന് ചോദിച്ചാൽ എന്ത് പറയാ, ആളത് പോയി, പ്രൈവറ്റ് ജെറ്റ് വിട്ട് കൊണ്ടുപോയി. അതെ, പക്ഷെ 11,000 തൊഴിലാളികളും ഇപ്പോൾ എവിടെ അവരുടെ വർക്ക് ചെയ്യുന്ന ഏക ഫാക്ടറി കേരളത്തിൽ തന്നെയാണ്. വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നല്ല, മറ്റൊരിടത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുള്ളൂ. 11,000 വർക്കേഴ്സ് ഇപ്പോഴും ശാന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആളുകളുടെ ധാരണ എന്താ, അത് പൂട്ടിയിട്ട് ഇപ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും, ആകെ തുരുമ്പിടിച്ച് കിടക്കായിരിക്കുമല്ലോ എന്നായിരിക്കും ആളുകളുടെ ചിന്ത. അവിടെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായി അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയും, ഇതാണ് ഡീപ്പ് റൂട്ട് ബിസിനസ്. ആദ്യത്തെ മെട്രോ തുടങ്ങുന്ന കൽക്കത്തയിലാണ്. അപ്പോൾ അതിന് ടിക്കറ്റിംഗ് സിഗ്നലിംഗ് ഉണ്ടാക്കുന്നത് കെൽട്രോണാണ് അന്നത്തെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ ടെക്നോ പാർക്ക് വന്നു, ഇൻഫോ പാർക്ക് വന്നു. ഞങ്ങൾ ആദ്യം കോഴിക്കോട് സൈബർ പാർക്കിൽ പോകുമ്പോൾ ഒരു ശ്മശാനം പോലെയാണ് ഞാൻ ചുമതലയെടുത്തതിന് ശേഷം. അപ്പോൾ അവർ പറഞ്ഞൊരു ആങ്കർ ഇൻഡസ്ട്രി വേണം. അപ്പോൾ ടാറ്റ എലക്സിൽ ചെയ്തു തുടങ്ങി. ഇപ്പോൾ അവിടെ സ്ഥലമില്ല, ഇപ്പോൾ കൂടുതലെടുക്കണം. കാസർഗോഡ് ഒരു ദിവസം ഞാൻ 13 കമ്പനി ഉദ്ഘാടനം ചെയ്തു, 1 വർഷം മുമ്പ്, ഒറ്റ ദിവസം. ഇപ്പോൾ ഈ കഴിഞ്ഞ മുമ്പത്തെ മാസം പോയി 7 കമ്പനി ഉദ്ഘാടനം ചെയ്ത് 6 കല്ലിട്ടു. വന്ദേ ഭാരത് ഓടണമെങ്കിൽ അതിൻ്റെ ഫ്ലോറിങ് കാസർഗോഡ് നിർമ്മിക്കാൻ പോണേ, അതിൻ്റെ ഡോർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ വലിയ വെളിച്ചം എന്ന് പറഞ്ഞ കൂത്തുപറമ്പ് 12 ഏക്കറിൽ പാർട്ടീഷൻ ബോർഡ്, ലോകത്തിലെ ഏറ്റവും നല്ല മെഷീനറി ഉപയോഗിച്ചിട്ട് അവിടെയാണ് 250 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഡയറി പ്രൊഡക്റ്റ് ഒരു വലിയ ഫാം വയനാട് വരുന്നുണ്ട്. വയനാട് നിന്നാണ് 2 കണ്ടെയ്നർ പൊറോട്ട എല്ലാ ആഴ്ചയും വിദേശത്തേക്ക് പോകുന്നുണ്ട്. വിപ്രോൻ്റെ പ്ലാന്റ് തൊടുപുഴയിലാണ്. ഇടുക്കി, വയനാടൊന്നും വ്യവസായ ഭൂപടത്തിൽ ഇടമുള്ള സ്ഥലങ്ങളായിരുന്നില്ല. മൊത്തത്തിൽ എല്ലായിടത്തേക്കും വരുന്നു. അപ്പോൾ അവിടെ ഒരു ചർച്ച പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത്, മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നോക്കിയാൽ ഒരു സിറ്റിയിലെ ആധാരമാക്കിയിട്ടായിരിക്കും ഡെവലപ്മെന്റ് വരുന്നത്. കർണാടകയിലാണെങ്കിൽ ബാംഗ്ലൂരാണ്, തെലങ്കാനയിൽ നോക്കിയാൽ ഹൈദരാബാദാണ്. എന്നാൽ കേരളത്തിൽ ഇന്ന് നമ്മൾ ടെക് പാർക്കുകൾ പോലും, കുണ്ട്രയിലും കാസർഗോഡും കണ്ണൂരും പോലും ടെക് പാർക്കുകൾ കുറേ ഇൻവെസ്റ്റ്മെന്റ് അടക്കം ഗവൺമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചർച്ചയുണ്ട്. പക്ഷേ ഈ കഥ കേൾക്കുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരു ദിവസം ഒരു ഇൻവെസ്റ്റർ വന്നു, ഡൈനാമിറ്റ് എന്ന് പറഞ്ഞാൽ ജാക്കി ജാൻ്റെ സിനിമയുടെ ഒക്കെ ഹോളോഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്ന ഒരു ഇറ്റാലിയൻ കമ്പനിയാണ്. അവർ ഇന്ത്യയിലാകെ കൺസൾട്ടൻസി സർവേ നടത്തിയിട്ട് നമ്മുടെ മണ്ഡലത്തിലൊരു ആലങ്ങാട് പഞ്ചായത്തിലാണ് അവരുടെ ക്യാമ്പസ് തുടങ്ങുന്നത്. അവിടെ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് നിർമ്മാണം തുടങ്ങുമ്പോഴാണ് നമ്മളൊക്കെ പരിചയപ്പെടാൻ വരുന്നത്. എൻ്റെ മണ്ഡലത്തിൽ കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല, അവർ കണ്ടെത്താണ്. അല്ലെങ്കിൽ സോഹ കോർപ്പറേഷൻ ഇപ്പോൾ കൊല്ലത്തൊരു വില്ലേജിലാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ അത് വരുമ്പോൾ ചുറ്റുവട്ടം ആളുകൾക്ക് ഇപ്പോൾ വയനാട്ടിൽ നിന്നാണ്
വലിയ കമ്പനികളുടെ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് മലയാളി ചെറുപ്പക്കാരുടെ കൂട്ടായ്മ വയനാടാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി ബജറ്റിലും ചില കമ്പനികൾ പറഞ്ഞു. ഞാനിപ്പോൾ ജെൻ റോബോട്ടിക്സ് നോക്കൂ, തിരുവനന്തപുരത്ത് ഇപ്പോൾ പാലക്കാട്ടേക്ക് പോയി. അപ്പോൾ കേരളം മൊത്തത്തിലൊരു തകരാണ് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ അത് പറഞ്ഞ potential പോലെ ഉണ്ട്. ആ ഒരു വിഷനാണ് കേരളം മുഴുവനായിട്ട് അതെ, അതെ. ഒരു ബിഗ് സിറ്റി എന്നുള്ള ഒരു അതെ, vision ഇപ്പോൾ ആണ്. എവിടെ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ നമ്മളൊരു IT കോറിഡോർ, കൊച്ചി ടു കൊരട്ടി, കൊച്ചി ടു ചേർത്തല ഒരു IT കോറിഡോർ, കോഴിക്കോട് ടു കണ്ണൂർ ഒരു IT കോറിഡോർ. അപ്പോൾ അവിടെ എല്ലാം തന്നെ IT സ്ഥാപനങ്ങളുമല്ലോ. നമുക്ക് അതിനുള്ളൊരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. മറ്റു ഇപ്പോൾ കണക്ടിവിറ്റി കൂടും. ഹൈവേ ഈ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഹൈവേ പൂർത്തീകരിക്കും. വാട്ടർ വേ നമ്മൾ വളരെ മനോഹരമായ ടൂറിസം കൂടി ലക്ഷ്യം വെച്ച് വാട്ടർ വേ അടുത്ത വർഷം വരും. അപ്പോൾ കണക്ടിവിറ്റി 4 എയർപോർട്ടുണ്ട്. ഇന്ത്യയിൽ 4 എയർപോർട്ടിലേക സ്ഥലം കേരളമാണ്. ഇന്റർനാഷണൽ എയർപോർട്ടുകൾ. അത് നമ്മൾ 1.18% സ്ഥലത്താണ് ഇന്ത്യയിൽ ഏറ്റവും ഇല്ല, അവിടെയാണ് എനിക്ക് ഒന്ന് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം, ഇത്രയും തൊഴിലുകൾ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ഇവഞ്ച്വലി പുറത്തേക്ക് വരുന്നത് GDP ആയിട്ടാണ്. അപ്പോൾ കേരളത്തിന്റെ GDP വളർത്തണം എന്നുള്ളൊരു ലക്ഷ്യം നമ്മൾ വെക്കുകയാണെങ്കിൽ ഓൾറെഡി കേരളം ഈ 1.8% 2.2% പോപ്പുലേഷൻ ഉള്ളൂ എന്ന് പറയുമെങ്കിൽ പോലും ഇന്ത്യയിലെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ GDP-യിൽ പോലും 10ോ 11ാമത്തെ സ്ഥാനത്താണ് കേരളം. നമ്മൾ 4% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പോൾ ചില സ്റ്റേറ്റ് 8% ഉണ്ടാവും, പക്ഷെ അവരുടെ സ്ഥലം നമ്മുടെ 4 ഇരട്ടി ഉണ്ടാവും. അതെ 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 അതെയാണ്. അപ്പോൾ GDP പെർ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യ 2 ലക്ഷം GDP പെർ ക്യാപിറ്റലാണ്, കേരളം നിയർലി 3.25 ലക്ഷമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അതെ, നമ്മളെ പറഞ്ഞ ഈ 1.18% ലാൻഡ്സ്കേപ്പും 2.8% പോപ്പുലേഷനും ഏകദേശം 4% ഓഫ് ദി GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 24% ഓഫ് ദ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസ് ടേൺ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 17% പ്രൊഡക്റ്റ്, 6% ഓഫ് കമ്പനീസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്റ്റോറി. കേരളം എന്നുള്ളത്. പുറത്തേക്ക് എത്തുന്നില്ല പുറത്തേക്ക് എന്നുള്ളതാണ്. എത്തുന്നില്ല. ഇപ്പോൾ രണ്ട് പറയുമോ ഇവിടെ പണിമുടക്കല്ല ആരും. അപ്പോൾ ഞാൻ ഡൽഹി റോഡ് ഷോയിൽ അന്നത്തെ ഹിന്ദു വായിച്ചു. അപ്പോൾ ഹിന്ദുവിൽ യൂണിയൻ ലേബർ മിനിസ്ട്രിയുടെ റിപ്പോർട്ടിന് ആധാരമാക്കി ഒരു സ്റ്റോറിയുണ്ട്. അതിൽ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പണിമുടക്കം 28% നടന്ന് തമിഴ്നാട്ടിലാണ്, 17% മഹാരാഷ്ട്രയിലാണ്, 11% ഗുജറാത്തിലാണ്. നമുക്ക് 1010 ഇടം കിട്ടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആളുകളുടെ ധാരണ വാളയാറ് കഴിഞ്ഞാൽ മാത്രമേ കൊടി കാണാൻ പറ്റുന്ന ഈ സമരമുള്ളത് ഇവിടെ മാത്രമേ ഉള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതൊന്നും കേരളത്തിലില്ല. നല്ല കുറെ മാറ്റങ്ങൾ ആവശ്യമുണ്ട്, ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വലിയ പ്രശ്നം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോൾ നമ്മളെ പറ്റിയുള്ള പെർസെപ്ഷനാണ് അല്ലെ. ആ കാഴ്ചപ്പാട് ഇപ്പോഴും ചെറുതായി ഒരു തെറ്റിദ്ധാരണയുടെ ഒരു ഡൊമെയിനിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് മാറ്റിയെടുക്കേണ്ടതും നമ്മുടെ ഒരു വർക്കാണ്. പക്ഷേ ഇവിടെ ഞാൻ വിശ്വസിക്കുന്നത് ഈവൻ ഒരു നാടിനെ ഷേപ്പ് ചെയ്തുകൊണ്ടുവരുന്നത് ആ നാട്ടിലെ കൾച്ചർ ഡിസൈഡ് ചെയ്യുന്നത് അവിടുത്തെ മീഡിയയാണ്, അല്ലെങ്കിൽ പോപ്പുലർ മീഡിയയാണ്, സിനിമയാണ്. അപ്പോൾ സിനിമകളിൽ പോലും കേരളത്തെ പലപ്പോഴും നമ്മൾ ഓർക്കുന്നത്, കേരളത്തിന്റെ വ്യവസായത്തെ സിനിമ എങ്ങനെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഓർക്കുന്നത് മോഹൻലാൽ ബസ് മുതലാളിയായിട്ട് ബുദ്ധിമുട്ടിയതും, ദാക്ഷായണി ബിസ്ക്കറ്റിന്റെ ഫാക്ടറി തുടങ്ങിയിട്ട് നടത്താൻ പറ്റാതെ ലൈസൻസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നതാണ്. അപ്പോൾ ഈ പെർസെപ്ഷൻ മാറ്റാനായിട്ട് എന്താണ് നമ്മൾ ആക്റ്റീവ്ലി ചെയ്യുന്നത്? സ്റ്റോറി അത് കേരളത്തിൽ ആ പെർസെപ്ഷൻ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇത് കിട്ടില്ല, റെക്കഗ്നേഷൻ കിട്ടില്ല. കാരണം ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ വോട്ട് ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് അവരുടെ ഫീഡ്ബാക്ക് ആണല്ലോ. അപ്പോൾ പ്രിസംഷൻ മാറി. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനായിട്ട് ഇത് പറയുകയുണ്ടായി, അവരുടെ ഒരു ചെറിയ കമൻ്റ് ഞാൻ കണ്ടു. ഇപ്പോൾ ഈ പറഞ്ഞ സിനിമയിൽ ബസ്, അപ്പോൾ ശരിക്കും അത് സ്റ്റഡി ചെയ്യേണ്ടത് എങ്ങനെയല്ല ഒരു ബസ് നടത്തേണ്ടത്. കാരണം ഒട്ടും വിശ്വാസമില്ലാത്ത കണ്ടക്ടർ വയ്ക്കുന്നു, ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി വാങ്ങിക്കുന്നു. അപ്പോൾ പുറത്തുനിന്ന് അധ്വാനിച്ച് കിട്ടുന്ന പണം, നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന അഡ്വൈസ് ചെയ്യുന്ന സംവിധാനമാണല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കൊരു സ്റ്റോറി ആയിട്ട് എടുക്കാം, ഒരു കേസ് സ്റ്റഡി. മോഹൻലാലിൻ്റെ ആ കഥാപാത്രം യഥാർത്ഥത്തിൽ ബിസിനസ് നടത്തേണ്ടത് ഇങ്ങനെയായിരുന്നോ? അവിടെ തോറ്റുപോയത് ബിസിനസ് നടത്തിയ രീതിയല്ലേ, അല്ലാതെ സാഹചര്യമല്ല. ആ വ്യക്തി ലോകത്ത് എവിടെ അതേപോലെ നടത്തിയാലും ചിലപ്പോൾ ഇതിനേക്ക് മുമ്പേ പൂട്ടിപ്പോയേനെ. നിങ്ങൾ ഒട്ടും അറിയാത്തൊരു കണ്ടക്ടർ വയ്ക്കുന്നു, ഒരു വണ്ടി വയ്ക്കുന്നു, റൂട്ട് പോലും അറിയില്ല. അങ്ങനെ വന്നിട്ട് നേരെ ഈ വണ്ടിയുടെ പുറകെ ടാക്സി പിടിച്ചിട്ട് ഈ മുതലാളി പുറകെ പോവുകയാണ് നോക്കാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ വേറെ കണ്ടക്ടർ. അപ്പോൾ ഒരിക്കലും എങ്ങനെയല്ല ഒരു വ്യവസായം നടത്തേണ്ടത് എന്നതിലാണ് ആ സിനിമ നൽകുന്ന സന്ദേശം. അല്ലാതെ കേരളത്തിലായതുകൊണ്ടല്ല, ഇപ്പോൾ അമേരിക്കയിലല്ല, ലോകത്തിൽ ഇനിയിപ്പോൾ ഏത് വ്യവസായത്തിൻ്റെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടും അങ്ങനെ വ്യവസായം നടത്തിയാലും ചിലപ്പോൾ ഇതിനേക്കാൾ മുമ്പ് തന്നെ പൂട്ടി പോകുമായിരുന്നു.
പക്ഷേ പ്രിസംഷൻ എന്തായിരുന്നു? അയ്യോ കേരളം ഇങ്ങനെയാണെന്നുള്ളതാണ്. കേരളം ഇങ്ങനെയല്ല വ്യവസായം നടത്തേണ്ടത് എന്നുള്ളതാണ്. എന്നാലും ആ ഒരു നെറേറ്റീവ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഗുജറാത്ത് നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ, മാർവാടികൾ എന്ന് കേൾക്കുമ്പോൾ അവർ ബിസിനസ് ചെയ്യുന്നവരാണ്, ബിസിനസ് അറിയുന്നവരാണ്, ബിസിനസിന്റെ നാടാണ് ഗുജറാത്ത് എന്ന് പറയും. ആ ഒരു രീതിയിൽ കേരളത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ലിറ്ററസി ഇല്ല, ഏറ്റവും കൂടുതൽ സോഷ്യൽ എലമെന്റ്സിൽ മുന്നിൽ നിൽക്കുന്ന, കുറേയധികം പുറത്തേക്ക് ആൾക്കാരെ വിടുന്ന, ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉള്ള, ടൂറിസത്തിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു നാടെന്നുള്ളതാണ് കേരളത്തിന്റെ ബ്രാൻഡ്. അപ്പോൾ ആ കേരളത്തിന്റെ ബ്രാൻഡ് മാറ്റാൻ നമ്മൾ ആക്റ്റീവ്ലി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. മാറിയല്ലോ, അതല്ലേ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ റാങ്കിങ്ങിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ല, ലോകത്തിലെ എല്ലാ കമ്പനികളും പോരുന്നില്ലേ. മിക്കവാറും ഒരു ദിവസം ഒരു ഉദ്ഘാടനമെങ്കിലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെരിയൻ ബേക്കറിലില്ലേ, അവരാദ്യം ഒന്നിച്ചുള്ള ജോയിന്റ് വെഞ്ചർ കൊച്ചിയിൽ ഒരു ഓഫീസ് തുടങ്ങി. കൃത്യം ഒരു മാസം കഴിയുമ്പോൾ പേരിൻ്റെ മാത്രമായിട്ട് വേറൊരു ഓഫീസ് തുടങ്ങി. സ്റ്റാഡ ഗ്ലോബൽ 100 ദിവസം കൊണ്ട് 1400 പേരെ റിക്രൂട്ട് ചെയ്തു കേരളത്തിൽ പ്രൊഫഷണൽസ്. സ്റ്റാഡ ഗ്ലോബൽ ഇപ്പോൾ എല്ലാ കമ്പനികളും വരില്ലേ. അപ്പോൾ സ്വാഗത കോർപ്പറേഷൻ ഇവിടെ തിരഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തന്നെ ടാറ്റ എലക്സിയുടെ 60% ഇപ്പോൾ വർക്ക് ഫോഴ്സ് കേരളത്തിലല്ലേ. TCS ഒരു 70 ഏക്കറിൽ ഇവിടെ വരുന്നു, 37 ഏക്കറിൽ കൊച്ചിയിൽ വലിയ ക്യാമ്പസ് വരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെയാണല്ലോ മാനുഫാക്ചറിങ്. ഞാൻ പറഞ്ഞു ജപ്പാനുമായി ചേർന്ന് അഗാപ്പെ എന്ന് പറയുന്ന കമ്പനി, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ഡി ഡയമറിൻ്റെ ഒക്കെ അവർ അൽഷിമേഴ്സ് 10 വർഷം മുമ്പ് കണ്ടെത്തുന്ന കമ്പനി ഇവിടെയല്ലേ ഒരു പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കേരളത്തിൽ തന്നെയാണ്. ഇത് തന്നെയാണ് കേരളം, അല്ലാതെ പറയുന്നതല്ല. മോഹൻലാലിൻ്റെ ഈ സത്യനന്ദിക്കാരൻ്റെ സിനിമയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ആലോചിച്ച് നോക്കുമ്പോൾ കറക്റ്റാണല്ലോ, അങ്ങനെ തന്നെയാണ്. പിന്നെ മറ്റ് സിനിമകൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഒരു കോൺട്രാക്ട് വിടുന്നു, ആ കോൺട്രാക്ട് വെട്ടിപ്പും തട്ടിപ്പും നടത്തിക്കൊണ്ട് അങ്ങനെയുള്ള കോൺട്രാക്ട് പിന്നെ എവിടെ പോയിട്ട് ഒരു JCB പപ്പുവിൻ്റെ കഥാപാത്രമല്ലേ, ഒന്നും പോലും നോക്കാതെ ഒരു വാഹനം അയാളെപ്പോഴും എടുക്കുന്നു. അയാൾ എവിടെ പോയാലും എങ്ങനെയാവുള്ളൂ? ഏത് ലോകത്തായാലും ബിസിനസ് നടത്തിയാലും എങ്ങനെയാവുള്ളൂ? അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എങ്ങനെയാകരുത് ബിസിനസ് നടത്തി കേസ് സ്റ്റഡി ആയിട്ട് ഈ സിനിമ എടുക്കുക. അല്ല, കേരളം ബിസിനസ്സിനല്ല, ഒരു ബിസിനസ്സുകാരൻ ലോകത്ത് എവിടെയാണെങ്കിൽ ഇങ്ങനെ ആകരുത്, ഈ സിനിമകളിലെ കഥാപാത്രം പോലെ ആകരുത് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ 1000 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള 42 കമ്പനികളുണ്ട്. പൊതുധാരണ എന്താ? ഇവിടെ ബാർബർ ഷോപ്പും പെട്ടിക്കലും ബീവറേജിലേ ഉള്ളൂ യഥാർത്ഥത്തിൽ. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട എൻ്റെ സുഹൃത്ത് തന്നെ പറഞ്ഞു, കേരളത്തിലെ ഈ ആളുകളുടെ മദ്യപാനത്തിൽ ഒന്നാമത് കേരളമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, തെറ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കോ, ഇവിടെ തന്നെ IT കോൺക്ലേവിൽ. അപ്പോൾ എല്ലാവരും നോക്കി. അപ്പോൾ കേരള ആദ്യത്തെ ഇതിലൊന്നുമില്ല, അരുണാചൽ, തെലുങ്കാന ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേരളം. പക്ഷെ ആളുകൾ കാരണമല്ല, ഇവിടെയാണ് കൂടുതൽ മദ്യപാനം എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പ്രിസംഷൻ മാറ്റിക്കൊണ്ട് തന്നെ കോൺക്ലേവുകൾ, ഇപ്പോൾ AI കോൺക്ലേവ് IBMI ചേർന്ന്, റോബോട്ടിക്സിൻ്റെ റൗണ്ട് ടേബിൾ, മാരിടൈം, ലോജിസ്റ്റിക്, ഹൈടെക് ഫാമിംഗ്, ആയുർവേദ, ഇവിടെ വിഴിഞ്ഞം കോൺക്ലേവ്, ഒരു ഓട്ടോമോട്ടീവ് ടെക്നോളജി കോൺക്ലേവ്, എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു റൗണ്ട് ടേബിൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ എറണാകുളത്ത് മാത്രം ഒരു 10,000 കോടിക്ക് അടുത്ത് 3,000 കോടി ഇപ്പോൾ തന്നെ ലോജിസ്റ്റിക് വരുന്നത്. കേരളത്തിലാകെ നോക്കിയിട്ട് 10,000 കോടി ലോജിസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോജിസ്റ്റിക്കിൻ്റെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നൈ റോഡ് ഷോ, ബാംഗ്ലൂർ റോഡ് ഷോ, മുംബൈ റോഡ് ഷോ, പിന്നെ ഏറ്റവും ബെസ്റ്റ് ഇത് അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ദുബായ് റോഡ് ഷോ, ദാവോസിൽ ഞങ്ങൾ പോയി, വെഫിൽ പോയി, വേൾഡ് എക്കണോമിക് ഫോറം. അവിടെ 3.5 ദിവസം 70 മീറ്റിങ്ങുകൾ നടത്തി ഞങ്ങൾ. എല്ലാവരും കാണാൻ പറ്റുന്ന സ്ഥലം അവിടെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1000 കോടിക്ക് മുകളിലുള്ളവരുടെ അത് കഴിഞ്ഞു, 100 കോടിക്ക് 500 കോടിക്ക് മുകളിലുള്ള ടേൺ ഓവർ ഉള്ളവർ. അപ്പോൾ അവർ നോക്കും, നിങ്ങളിനി എത്ര ഇൻവെസ്റ്റ് ചെയ്യും, ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിന് എന്താ ഗവൺമെൻറ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എന്താ നിങ്ങളുടെ പ്രശ്നം? പിന്നെ നമ്മൾ സെക്ടർ വൈസ് ഈ നേരത്തെ പറഞ്ഞ പോലുള്ളത്. അതോടൊപ്പം തന്നെ ഓൺ ഗോയിങ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ന്യൂ ഇൻവെസ്റ്റ്മെൻ്റ് ആകാം, ഫർദർ ഇൻവെസ്റ്റ്മെൻ്റ് ആകാം. 255 കമ്പനികളുണ്ട്, 20,000 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ MSME ഉണ്ടല്ലോ, 3.5 ലക്ഷം എന്ന് പറഞ്ഞില്ലേ, 23,000 കോടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം. പബ്ലിക് ഡൊമൈനിലുണ്ട് നമ്മുടെ 3 വർഷം ആവാൻ പോകുന്നുള്ളൂ ഈ മാർച്ച് 31-ന്. 3,40,000 നമ്മുടെ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10 എണ്ണം തൊഴിൽ, മൂലധനം, ജില്ലാ ബേസ്, സെക്ടർ ബേസ്, സബ് സെക്ടർ ബേസ്, സോഷ്യൽ കാറ്റഗറി. 31% മുകളിൽ വുമണാണ്, 37-38 ട്രാൻസ്ജെൻഡർ ഉണ്ട്, SC ST OBC എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഈ മൂലധനം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നല്ല, FDI അല്ല. 23,000 കോടി വ്യവസായ മൂലധനം വന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു വാർത്തയാണ്, ചെറിയ വാർത്തയല്ല. പക്ഷേ ഈ മൂലധനം പുറത്തുനിന്നല്ല, ഇവിടെ ഉള്ളതാണ്. ചിലപ്പോൾ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന മാല അത് ഇൻവെസ്റ്റ്മെൻറ്റായി, ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റായി, അതിൽ ലിക്വിഡ് ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റായി,
എപ്പോഴാണോ ഓർണമെന്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ആകുന്നത് അപ്പോൾ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യും. അതാണ് അതിന്റെ ഇമ്പാക്ട് എന്നുള്ളത്. അതെ, അങ്ങനെ ആൾക്കാരുടെ കയ്യിലേക്ക് പൈസ വരും, അവർ സ്പെൻഡ് ചെയ്യും, GST Spend ചെയ്യും, ജനറേറ്റ് ആവും, GST ഗവൺമെന്റ് കയ്യിൽ generate പൈസ വരും, അതെ, വാങ്ങുന്ന ഗവൺമെന്റ് ശേഷി റീഇൻവെസ്റ്റ് കൂടും. ചെയ്യും. അപ്പോൾ നമ്മുടെ ആ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ നമുക്ക് ദിസ് റൈറ്റ് ടൈം. നമ്മളിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നാമതായി, നമ്മുടെ ടാലന്റ് പൂൾ റെഡിയാണ്, നമ്മുടെ പാർക്കുകൾ റെഡിയാണ്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നു, 31 നമ്മൾ കൊടുത്തു ഒറ്റ വർഷം കൊണ്ട്, ഇപ്പോൾ 50 എത്തും. പിന്നെ നമ്മുടെ മിഷൻ 1000 ഉണ്ട്. കേരളത്തിൽ MSMEകളെ ഒരു 1000 എണ്ണത്തെ ശരാശരി 100 കോടി ടേൺ ഓവറുള്ള ഇൻഡസ്ട്രിയാക്കി മാറ്റുക. 1000 ഇൻറ്റു 100 1 ലക്ഷം കോടി ടേൺ ഓവർ 1000 ഇൻഡസ്ട്രി. ഇത് ഇക്കണോമിക്ക് ഭയങ്കര ബൂസ്റ്റായിരിക്കും. ഇപ്പോൾ നമ്മൾ 260 തിരഞ്ഞെടുത്തു, ട്രാൻസ്പെറൻ്റ് ആണ്. അത് നിങ്ങൾക്കറിയാം. 60 മാർക്കിന് മുകളിൽ വന്നാൽ നിങ്ങൾ അതിലേക്ക് എത്തി. ഒരു കമ്മിറ്റി ഉണ്ട്. 2 വർഷത്തിന് മുമ്പ് കേരളത്തിൽ MSMEയുടെ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ 48,000 കോടി രൂപയായിരുന്നു. ഇപ്പോൾ 1 ലക്ഷം കോടിയിലേക്ക് എത്തി. അപ്പോൾ ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഫാക്ട്സ്. ഇല്ല, ഞാൻ അപ്പോൾ- ഫാക്ട്സ് മാത്രമേ പറയാറുള്ളൂ. അല്ല, ഇപ്പൊ ഇവിടെ ഞാൻ കാണുന്ന സംഭവം എന്താ വെച്ചാല്, താങ്കൾ പിന്നെയും ആ ഒരു സ്റ്റോറി, റിയൽ സ്റ്റോറി മുന്നിലേക്ക് എത്താൻ പിന്നെയും എത്രയോ കഥകളും എത്രയും എക്സാമ്പിൾസും ഓരോരോ പോയിന്റ്സും വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഈ വരുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു റെലവെന്റ് ആണ്. കാരണം ഈ കഥകൾ, ഈ ഓരോ പോയിന്റുകളും എനിക്ക് തോന്നുന്നു വളരെ ശക്തമാണ്. ഇത് ആൾക്കാരിലേക്ക് എത്തേണ്ടതുണ്ട്, ഇത് മലയാളികളിലേക്ക് എത്തേണ്ടതുണ്ട്, മലയാളികളെയും കേരളത്തെയും പുറത്തുനിന്ന് നോക്കുന്ന ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സമ്മിറ്റ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ മുന്നിലേക്ക് ഇതിന്റെ ഒരു ജേർണി എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ? അതെ ഞാൻ പറഞ്ഞു, അത് ഒരു സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാം അല്ല. അത് നമ്മൾ 2021 2025 നടത്തണമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ 21 25 യാത്രയിൽ ഞങ്ങൾ ഓരോ പടവുകളും ഓരോ പോയിന്റുകളും നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ യാത്ര പോകണമെങ്കിൽ നേരിട്ട് പോവാം. ഇടയ്ക്ക് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഇന്ന സ്ഥലങ്ങൾ അതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ടാണ്, അല്ലാണ്ട് 20 25 എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസമല്ല. ആ 21 25 മാപ്പിൽ നമ്മൾ ഓരോ മൈൽ സ്റ്റോൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ വേണ്ടത്, ഇവിടെ ഇത് റോ മാറണം, ഇവിടെ ഇത് വരണം, ഇവിടെ ഇതിലേക്ക് എത്തണം, അങ്ങനെ ഓരോന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ 50ഓളം പരിപാടികൾ വരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു കലുമിനേഷനായിട്ട് ഈ IKJSലേക്ക് വരുന്നു. ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഷോക്കേസ് കേരള. വി ആർ റെഡി. ദിസ് റൈറ്റ് ടൈം, ദിസ് റൈറ്റ് പ്ലേസ്. വി ആർ ചേഞ്ചിങ്. നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ മോട്ടോ തന്നെ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രിയാണ്, നോട്ട് ഇൻ ദ റിവേഴ്സ് ഓർഡർ. നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി. അതിൻ്റെ കവർ പോലും ഞങ്ങൾ ബോധപൂർവ്വം ഗ്രീനാണ്. കളർ ഓഫ് ദ ഫോണ്ട് ഓൾസോ ഈസ് ഗ്രീൻ. ആക്ച്വലി വി ആർ ട്രൈങ് ടു ചേഞ്ച് ദ നേച്ചർ ഓഫ് ബിസിനസ്. ഇതാണ് ഞങ്ങളുടെ മോട്ടോ. മറ്റെല്ലാവരും മൂലധനം വരുന്നില്ല. വി ആർ ട്രൈങ് ടു ചേഞ്ച് ദ നേച്ചർ ഓഫ് ബിസിനസ്. എങ്ങനെയാണത് മാറുന്നത്? നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിന് പറ്റുന്ന, നമ്മുടെ എൻവയോൺമെൻറ്റിന് ചേരുന്ന, നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ പോകുന്ന ഇൻഡസ്ട്രി. അതാണ് ഈ നോളേജ്, അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസ്, അല്ലെങ്കിൽ എയറോസ്പേസ്. കേരളത്തിൻ്റെ വേറെ പ്രത്യേകത, ആദ്യമായിട്ട് റോക്കറ്റ് വിടുന്ന പോയത് തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ പക്ഷേ അന്നത്തെ ഞാൻ നോക്കുമ്പോൾ നിയമസഭ രേഖയിൽ അന്നത്തെ വ്യവസായ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരു സ്പേസ് പാർക്ക് ഉണ്ടാക്കുന്നു. പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റിസർച്ച് എൻവയോൺമെൻറ്റ് അത് പ്രധാനപ്പെട്ടാണ്. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, ഇൻക്യുബേറ്റേഴ്സ്, ആക്സിലറേറ്റേഴ്സ്, ദെൻ ഗവൺമെൻറ് സപ്പോർട്ട്, ഗവൺമെൻറ് തീം ബേസ്ഡ് പാർക്സ്, പ്രൈവറ്റ് പാർക്സ്, പിന്നെ അല്ലാതെ വിഴിഞ്ഞം പോർട്ട്, കണക്ടിവിറ്റി, കൊച്ചി പോർട്ട്, DP വേൾഡ്, 17 മൈനർ പോർട്സ്, വാട്ടർ ട്രാൻസ്പോർട്ട്, ഹൈവേ കണക്ടിവിറ്റി, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം ചേരുന്ന ഡ്രൈവിംഗ് ഇക്കോസിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പോൾ അത് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നു. നിങ്ങൾക്ക് എവിടെ വേണം, നമ്മളവിടെ എല്ലാം ഈ പോളിസികളെല്ലാം അവിടെ വയ്ക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ദുബായ് റോഡ് ഷോയ്ക്ക് ശേഷം UAEയുടെ മിനിസ്റ്റർ വരുന്നുണ്ട്, ഒരു ഡെലിഗേഷൻ വരുന്നുണ്ട്. ദുബായ് ചേംബർ ഓഫ് കോമേഴ്സ്, അബുദാബി ചേംബർ ഓഫ് കോമേഴ്സ്, ഷാർജ ചേംബർ ഓഫ് കോമേഴ്സ് വരുന്നുണ്ട്. ബഹ്റിൻ മിനിസ്റ്റീരിയൽ ഡെലിഗേഷൻ വരുന്നുണ്ട്. 25 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ വരുന്നുണ്ട്. ഞങ്ങൾ ഡിപ്ലോമാറ്റിക് കോൺക്ലേവ് നടത്തിയിരുന്നു ഡൽഹിയിൽ, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ജപ്പാൻ, അവിടുന്ന് പ്രധാനപ്പെട്ട കമ്പനികൾ വരുന്നുണ്ട്. ഹെൽത്ത് കെയർ, ഇലക്ട്രോണിക്സിൽ വരുന്നുണ്ട്. കൊറിയ പാർട്ട്ണറാണ്, കൊറിയൻ കമ്പനികൾ വരുന്നുണ്ട്. നമ്മുടെ സ്വിറ്റ്സർലൻഡ് ഇൻഡോ ചേംബർ ഓഫ് കോമേഴ്സ് വരുന്നുണ്ട്. പിന്നെ ലോകോത്തര കമ്പനികൾ, പ്രധാനപ്പെട്ട കമ്പനികൾ, ഇപ്പോൾ ഡാറ്റാ സെൻറ്ററിൻ്റെ കുറേ കമ്പനി വരുന്നു, മെഡിക്കൽ ഡിവൈസിൻ്റെ. ഇപ്പോൾ ഒരു വലിയൊരു നിര അതിനകത്ത് വരും. നമ്മൾ നിരവധി സ്പീക്കേഴ്സ് ഉണ്ട്. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ പാരലൽ സെഷൻസ് ആയിരിക്കും. പാരലൽ സെഷൻസിനകത്ത് വിവിധ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള അവിടെ അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കും. പിന്നെ 22 വൈകിട്ടായിരിക്കും CM ഫുൾ ടൈം ഉണ്ടാവും, 2 ദിവസം ഉണ്ടാവും. അദ്ദേഹം 1-to-1 മീറ്റിങ്ങുകളും പാരലായിട്ട് നടക്കും. ഡെലിഗേഷനായിട്ട് സംസാരിക്കും. ഞങ്ങൾ മിനിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടാവും. മിക്കവാറും മിനിസ്റ്റേഴ്സ് അവിടെ തന്നെ ഓഫീസുകളൊക്കെ ക്രമീകരിക്കുന്നുണ്ട്.
എല്ലാ മിനിസ്റ്റേഴ്സും ഒരു ദിവസമെങ്കിലും അവിടെ ഉണ്ടാവും. ചീഫ് സെക്രട്ടറി 2 ദിവസം ഉണ്ടാവും, ഫിനാൻസ് സെക്രട്ടറി ഉണ്ടാവും, ഇൻഡസ്ട്രി സെക്രട്ടറി ഉണ്ടാവും. അപ്പോൾ ബ്യൂറോക്രസി കംപ്ലീറ്റ് ഉണ്ടാവും, മിനിസ്റ്റേഴ്സ് കംപ്ലീറ്റ് ഉണ്ടാവും. പിന്നെ എല്ലാ CAയും ഫിക്കിയും ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ചേർന്നിട്ട് ഒരു വലിയൊരു ഇവൻ്റ് ആയിരിക്കും. കേരളത്തിൻ്റെ പാത്ത് ബ്രേക്കിംഗ് ആയിരിക്കും ഇത്. നമ്മൾ ഇതേവരെ കൊണ്ടുവന്ന, ഞാൻ പറഞ്ഞല്ല, ഒരു യാത്രയുണ്ടല്ല, മാപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രധാനമായിരിക്കും. പക്ഷെ അവിടെ നിൽക്കില്ല, അതൊരു പോയിന്റ്. അവിടെ നിന്ന് പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും. അവർ ഞങ്ങൾ ഈ 22 പ്രയോറിറ്റി സെക്ടറിനെ പ്രത്യേകമായിട്ടുള്ള 5 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ഒരു ടീം വർക്ക് ചെയ്യും. അവരുടെ ഉത്തരവാദിത്തമായിരിക്കും ഇതിലേക്ക് എത്തുക. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ചാർജുള്ള ആൾ മുതൽ താലൂക്കിലെ ആൾ, ജില്ലാ വ്യവസായ കേന്ദ്രം, ഒരു ജില്ലയ്ക്ക് ടാർഗറ്റ് ഉണ്ട്, താലൂക്കിന് ടാർഗറ്റ് ഉണ്ട്, ഉദ്യോഗസ്ഥർക്കുണ്ട്, ചെറിയ ഇൻഡസ്ട്രീസിന്. ഇപ്പോൾ എല്ലാ പാർക്കും ഒരു ഡേറ്റ് ഉണ്ട്. ഞങ്ങൾ പിന്നെ കേരളത്തിലെ ലാൻഡിൻ്റെ മൊത്തം മാപ്പിംഗ് നടത്തി. ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ലാൻഡുകൾ എവിടെയൊക്കെയുണ്ട്, അത് റവന്യൂവിൻ്റെ കയ്യിലുണ്ടോ, മറ്റു വകുപ്പുകളുടെ കയ്യിലുണ്ടോ, ഞങ്ങളുടെ തന്നെ കീഴിൽ വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടെത്താൻ സാധിച്ചു. ഒത്തിരി നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ ഇതെല്ലാം കാണിക്കും, വെർച്വലായിട്ടും കാണിക്കും, ഫിസിക്കലായിട്ടും കാണിക്കും. അപ്പോൾ അവിടെ എല്ലാം ഈ സ്ഥലത്തെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മളൊരു വലിയ പ്രിപ്പറേഷൻ ശേഷം ഇതിലേക്ക് വരുന്നത്, ഓരോ മേഖലയിൽ നിന്നും ഇത്ര അധികം കാര്യങ്ങൾ മാറി നിൽക്കുന്ന ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ടിന്റെ ഒരു അറ്റത്ത് എത്തി നിൽക്കുന്ന ഒരു അവസരത്തിൽ യൂത്തിനോട് എന്താണ് പറയാനുള്ളത്? അതായത് എംപ്ലോയ്മെന്റ് നോക്കുന്ന യൂത്ത് ആകാം, ബിസിനസ് സ്വപ്നം കാണുന്ന യൂത്ത് ആകാം, പക്ഷെ ജീവിതത്തിൽ അടിപൊളിയാകണം, ഇല്ലേ, ജീവിതത്തിൽ കിടിലമാകണം, അതിശക്തമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു യൂത്ത് ഉണ്ട്. അവരോട് അവരെന്താണ് സ്വപ്നം കാണുന്നത്, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? അവരാണ് നമ്മുടെ കരുത്ത്. ഞാൻ പറഞ്ഞില്ല, IBM എന്തുകൊണ്ട് ഇവിടെ തുടങ്ങി, ഇവിടെ ഞാൻ മന്ത്രിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ട്, ഗവൺമെൻറ് കൊള്ളാം എന്ന് കരുതിയിട്ടല്ലോ. വി ആർ ഓൾസോ ഫെസിലിറ്റേറ്റിംഗ്. ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്, നിങ്ങൾക്ക് മാതൃകയാണെന്നൊക്കെ പറയാവുന്ന ഒരു സ്റ്റേറ്റിലും ഇവിടെയും ഒരേ സമയം IBM തുടങ്ങി. അവിടെ അവർക്ക് 300 പേര് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണ്ടെന്ന് വെച്ചിട്ടില്ല, വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പൊട്ടൻഷ്യൽ ഇല്ല. ഈ പല ഘടകങ്ങളുണ്ടാവും. ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ട് എയർ ഇന്ത്യ 1000 സീറ്റ് അവരിപ്പോൾ കൊച്ചിയെ തിരഞ്ഞെടുത്ത്, 1000 സീറ്റ് കാസ്പിയൻ്റെ ബിൽഡിങ്ങിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്, 1000 ബിൽഡിംഗ്. അതുപോലെ തന്നെ ഇവരുടെ ഇപ്പോൾ പല പ്രസ്റ്റീജിൻ്റെ ടവറിൽ കംപ്ലീറ്റ് EYയുടെ 10,000 പേരാണ് ഇപ്പോൾ. 10,000 പേര് അടുത്തൊരു 5 വർഷത്തിന് വീണ്ടും 10,000 പേര് വരും. എന്നിട്ട് മറ്റേ ഓൾഡ് സ്റ്റോറി, ഈ സിനിമ വഴിയും മീഡിയ വഴിയും എടുത്ത് ഓൾഡ് സ്റ്റോറി. അപ്പം അവർക്കും കുറേയൊക്കെ മാറേണ്ടി വരും. കുറച്ചൊക്കെ മാറി തുടങ്ങി, ഇനി കുറേ കൂടി മാറേണ്ടി വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ഒരു പ്രിസംഷൻ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, ഇവിടെ ചെയ്യാം എന്ന കോൺഫിഡൻസ് ചെറുപ്പക്കാർക്കിടയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പം സംരംഭകരാകുക, നിങ്ങളുടെ സ്കില്ലിംഗ് ഉപയോഗിക്കാം. അതിനിപ്പോൾ നിങ്ങളുടെ ഏത് ആശയമുണ്ട്, ഇപ്പോൾ നമ്മൾ ഡ്രീം ഫെസ്റ്റ് നടത്തുന്നുണ്ട്, അതിൽ വരാം, സീഡ് മണി കൊടുക്കുന്നുണ്ട്, സ്റ്റാർട്ടപ്പുകൾക്ക് സ്കെയിലിംഗ് അപ്പ്. നിങ്ങളിപ്പോൾ ആളെ കിട്ടാ ഡാറ്റ ഇല്ല, അല്ല മറ്റേ ടാലൻറ്റഡ് പൂളില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ബാംഗ്ലൂർ പോയത്. പല പ്രശ്നങ്ങളും ഞങ്ങൾ കാണുന്നുണ്ട്. ചിലപ്പോൾ പ്രോട്ടോടൈപ്പ് ഡിസൈനിൻ്റെ പ്രശ്നം വരും, പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രശ്നം വരും. അതെല്ലാം ഇപ്പം നമ്മൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏത് ടാലൻറ്റ് വേണോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത M.Tech പോളിമർ സയൻസ് അപ്പോളോ ടയർസിന് വേണ്ടിയാണ് ആ കോഴ്സ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി. ഏത് ഇൻഡസ്ട്രി കോഴ്സ് വേണോ, വി ആർ റെഡി ടു ഡിസൈൻ ഇറ്റ്. ഇൻറ്റേൺഷിപ്പ് വേണോ, ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പ് കൊടുക്കാം. നിങ്ങളുടെ സിലബസ് അനുസരിച്ച് കോഴ്സ് വേണോ, അതിനും ഗവൺമെൻറ് റെഡി. അപ്പോൾ ഈ മാറ്റമെല്ലാം കേരളത്തിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞിരുന്ന കേരളമല്ല, യഥാർത്ഥത്തിൽ ഈ പോസിറ്റീവ് വാർത്തകൾ അധികം വരുന്നില്ല എന്നുള്ളതാണ്. നെഗറ്റിവിറ്റിക്കുള്ള അതുകൂടി മാറിയ, അതാണ് ഒരു കടൽ കേരളത്തിൻ്റെ ശത്രു, കേരള വിരുദ്ധ. ഇപ്പോൾ ഞാൻ ദാവോസിൽ നിന്ന് മണി കൺട്രോളിൻ്റെ നല്ലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു 10 മിനിറ്റിന് താഴെ. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു, നല്ല റീച്ചൊക്കെ വന്നത്. അപ്പോൾ എന്നെ ഡൽഹിയിൽ നിന്ന് നമ്മുടെ ഒരു 10 സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ മലയാളികളെപ്പോലെ നിങ്ങളുടെ നാട്ടിലുള്ളവരെപ്പോലെ, നമ്മുടെ നാട്ടിലുള്ള ആളല്ല, നാടിന് ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ അധികം ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ട് സർക്കാസ്റ്റിക് ആണല്ലോ എന്ന് തോന്നി. എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, മണി കൺട്രോളിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂയും കണ്ടു, നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു, കമൻറ്റ് നോക്കിക്കൊള്ളണം. ഞാൻ പറഞ്ഞു, വെറുതെ നെഗറ്റീവ് എന്ന് നമ്മൾ പോസിറ്റീവ് എനർജി കളയണ്ടല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ, ഈ മലയാളികളാണ്, ഞാൻ കേരളത്തിലുള്ള ആളാണ്, ഇവിടെ ഒന്നും നടക്കില്ല, ഈ പറയുന്നതെല്ലാം വെറുതെയാണ്. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം ഫേക്കാണ്, ലോക്ക്ഡ് പ്രൊഫൈൽസാണ് മിക്കവാറും. നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് വരുന്ന മിക്കവാറും ഫേക്ക് ഐഡികളിൽ നിന്നാണ്. അപ്പോൾ ഒരു കേരളം എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുള്ളവർ നിങ്ങൾ, അപ്പോൾ കേരളത്തിൻ്റെ പൊട്ടൻ ഇതുപോലൊരു സ്റ്റേറ്റ് ഉണ്ടോ നിങ്ങളെന്നുള്ളത്. അപ്പോൾ അത് മറച്ചു വയ്ക്കാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമമുണ്ട്, അതിന് യൂത്ത് മറികടക്കുക. ഒരിക്കലും ലിങ്ക്ഡിനിലൊക്കെ ഞാൻ നോക്കും, വളരെ പോസിറ്റീവായിട്ടാണ് ആളുകൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. ആളുകൾക്ക് പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷയാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന ഒരു 15 വർഷത്തിനുള്ളിൽ കേരളം ലോകത്തിൻ്റെ തന്നെ ഒരു ഹൈടെക് മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് മാറും.
നമ്മൾ BST പോളിസി ആദ്യം നമ്മളാണ് ഡ്രാഫ്റ്റ് കൊണ്ടുവന്ന് ചർച്ച നടത്തിയത്. എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ്. ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു പങ്ക് അങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ വെഫി പോയി, വെപ്പി എക്കണോമിക് ഫോറം. അപ്പോൾ ചിലർ എഴുതി 10 കോടിയായിട്ട് ഇവർ പോകുന്നു മന്ത്രിയും. ഞങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ പോയി ഇറങ്ങി അവിടെ എത്തുമ്പോൾ 10 ജെറ്റ് ലാഗ് -15 1 മണിക്ക് മീറ്റിംഗ് തുടങ്ങി. പിന്നെ ഞങ്ങൾ നിർത്തി നേരെ അവിടെ നിന്ന് എയർപോർട്ടിലെ സ്ഥലത്തേക്കുള്ള ആ യാത്രയിൽ ഒരു പെട്രോൾ പമ്പിൽ കയറി ബ്രെഡ് വാങ്ങിയതിൻ്റെ കടയിൽ കയറുന്ന സമയം കിട്ടിയില്ല. 70 മീറ്റിങ്ങല്ല. 7 കോടി, നമ്മൾ 7 കോടിക്ക് മുകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പവലിയൻ വാടകയാണ്. ബാക്കി നമ്മൾ യാത്ര ഞങ്ങൾ തന്നെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ, ഞാൻ മോഹനേഷിക്ക് താമസിക്കുന്ന ഒരു വീടിനകത്താണ്. ഒരു ആന്ധ്രാപ്രദേശ് 100 പേരുള്ള വരുന്ന സംഘം, അവർ നമ്മൾ 3 ഇരട്ടിയുള്ള പവലിയൻ കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൂടെ ഒരു ഹോട്ടലിൽ 2 ഫ്ലോർ അവരെടുത്തതാണ്. പിന്നെ ഒരു പ്രത്യേകിച്ച് ഓഡിറ്റോറിയം. അവിടെയാണ് ചന്ദ്രബാബു നായിഡും ബാക്കി എല്ലാവരും കിടന്നത്. UPയും അവിടെ മിനിസ്റ്റർ ലെവൽ മുഖ്യമന്ത്രി ഒന്നും ഇല്ലെങ്കിൽ പോലും ചീഫ് സെക്രട്ടറി ലെവലുള്ളവരും വലിയൊരു ഹോട്ടൽ എടുത്തിട്ടാണ്. തമിഴ്നാട് മന്ത്രിയൊക്കെ ഉണ്ട്, അവരും നമ്മളെയൊക്കെ വലിയ പവലിയനാണ്. ഒരു ടീം മാസങ്ങൾക്ക് മുമ്പ് ചെല്ലുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ഉടൻ ചോദിക്കുമ്പോൾ എത്ര കോടി നിങ്ങളവിടെ പോയി, ഇതെന്ത് പോയി? ഇത് ലോകത്ത് ഇങ്ങനെയുള്ള ഏക സ്ഥലമാണ് കേരളം. അവിടെ അവരത് ഒപ്പുവെച്ചു, നിങ്ങളൊന്നും നേടിയില്ല, ചന്തയ്ക്ക് പോയി പോലെ തിരിച്ചു പോകുന്നു, ഇങ്ങനെയൊക്കെ തുടങ്ങുമല്ലോ. യഥാർത്ഥത്തിൽ അവരുടെ ഒഫീഷ്യൽ ഡിക്ലറേഷനിൽ പുതിയ 13 ക്ലസ്റ്ററുകൾ പ്രഖ്യാപിച്ചു ലോകത്ത്. അതിൽ ആദ്യത്തെ കേരളത്തിൻ്റെയാണ്. ഗ്രീൻ ഹൈഡ്രജൻ വാലി, കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലിയാണ്. 13 വെഫിൻ്റെ സൈറ്റിൽ തന്നെ ഉണ്ട്. ഇവിടെ വിവരാവകാശം വെച്ചിട്ട് മനോരമ നോക്കുമ്പോൾ എത്ര പൂട്ടിയെന്നുള്ളതാണ്. വെഫിന്റെ ഔദ്യോഗിക സൈറ്റിൽ വന്നിട്ടുള്ള ഈ വാർത്ത ഒരു വരി പോലും ഇല്ല. എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് മറ്റെല്ലാം പ്രചരണങ്ങളാണ്. എനിക്ക് പറയും ഇത്ര ഒപ്പിട്ടു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പുറത്തുള്ള സിന്ധേറ്റിനെ അവിടെ കൊണ്ടുപോയിട്ട് ഒപ്പിട്ടു എന്ന് പറയും. അവിടെ പലരും വരുന്നുണ്ടല്ലോ. ഇത് പക്ഷേ അവരുടെ ഒഫീഷ്യൽ ഡിക്ലറേഷനാണ്. അത് വാർത്തയായിട്ട് ഇടം കിട്ടുന്നില്ല എന്നുള്ളതാണ്. 18,000 കോടി രൂപയുടെ മുകളിലുള്ള ഗ്രീൻ ഹൈഡ്രജൻ വാലി ഒരു പുതിയ ക്ലസ്റ്ററായിട്ട് അവർ അംഗീകരിച്ചു. ഇൻവെസ്റ്റ്മെന്റ് പല രൂപത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ 3 ദിവസം നമ്മൾ എത്ര പൊട്ടൻഷ്യലായിട്ട് ഉപയോഗിച്ചു, എത്ര ഫ്രൂട്ട്ഫുള്ളായിട്ട് ആ പൊട്ടൻഷ്യൽ നമ്മൾ കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ഷോക്കേസ് ചെയ്ത് ഫ്രൂട്ട്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഇപ്പോൾ ആയിരുന്നു. നമ്മൾ ഇത്ര ആളുണ്ടെങ്കിലും ചീഫ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, ഇൻഡസ്ട്രി സെക്രട്ടറി, പിന്നെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, അപ്പോൾ പിന്നെ KSIDC MD, ഇത്രയാണല്ലോ നമ്മൾ. പിന്നെ ഒരു ആൾ കൂടെ KSIDC ഉണ്ട്. അപ്പോൾ ഏത് ഡെലിഗേഷൻ വന്നാൽ നമ്മുടെ ഓഫീസിൽ ഈ ചെറിയ കുടിസുമുറിയിരിക്കുന്ന ബഹ്റിൻ മന്ത്രി ടീം വന്ന് 2-3 മന്ത്രിമാരടങ്ങുന്ന ഡെലിഗേഷൻ. പക്ഷെ നമ്മൾ മറ്റു വലിയ ടീമിനേക്കാൾ നമുക്ക് ഇതുണ്ട്. അവിടെ വെച്ച് ചന്ദ്രബാബു നായിഡു ഞങ്ങളുടെ ഒരു ജനറലായിട്ടുള്ള പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അത് വൈഷ്ണവ് മിനിസ്റ്റർ, മറ്റേ ഇലക്ട്രോണിക്സ് മിനിസ്റ്റർ, കേന്ദ്രമന്ത്രിമാർ, മറ്റ് 3 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, പിന്നെ സ്റ്റേറ്റ് മന്ത്രിമാർ, എല്ലാവരും കൂടി പത്രസമ്മേളനം വേൾഡ് മീഡിയയുടെ മുമ്പിലാണ്. ചന്ദ്രബാബു നായിഡു അവിടെ വെച്ച് ആദ്യമേ ഞാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണ് ഞങ്ങളുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തട്ടിയെടുത്തേക്കണം ഒന്നാറാകെ എന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞു. അദ്ദേഹം മീഡിയയോട് പറഞ്ഞു, കേരളം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്, എൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു, കേരളം എത്തിയിരിക്കുന്നു, കേരളത്തിനാണ് ഏറ്റവും പ്രോഗ്രസീവ്, നല്ല സ്ഥലമാണ്, നമ്മുടെ നേട്ടങ്ങൾ അദ്ദേഹം പറയുന്നത്. ഇവിടെ ഒരു വരി പോലും ഇല്ല. അത് ഈ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, അത് കൂടി മാറിയാൽ നമുക്ക് ബാക്കി പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞോട്ടെ. പക്ഷെ കേരളത്തിൽ ഈ റാങ്കിങ് വന്നിരിക്കുന്നു. കേരളം ഇപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രി വന്നിരിക്കുന്നു. ഏതൊക്കെയാണ് കേരളത്തിൻ്റെ ഇൻഡസ്ട്രി? നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഇവിടെ ജോലി. ഈ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ. IBMന്റെ ആദ്യത്തെ ഒരു കൗതുകകരമായ വാർത്ത ഒരിക്കൽ വന്നു, ഈ മന്ത്രിക്ക് ഒരു ജോലിയില്ല, അദ്ദേഹം U-turn ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. U-turn അത് വലിയ വാർത്ത ലോകത്താകെ പോയി. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കളമശ്ശേരി സീപോർട്ട് എയർപോർട്ടിലൂടെ HMT വലിയ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. എയർപോർട്ടിൽ പോകാൻ പറ്റും, ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ നമ്മൾ അവിടെയുള്ള ആളുകളെല്ലാം കൂടി, പോലീസ്, ട്രാൻസ്പോർട്ട് എല്ലാം കൂടി ഒരു ട്രാഫിക് റൗണ്ടാക്കി. ചില U-turn അടച്ച്, ചിലത് തുറന്നു. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഫണ്ടല്ലോ, പെട്ടെന്ന് ചെയ്യണ്ടേ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഷോപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ഇവരുടെ അവിടെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതൊന്നും നമ്മുടെ നാടൻ മുറിച്ചൊരു പടം കൊടുക്കണം മുകളിലേക്ക് അയക്കാൻ. അത് എൻ്റെ ഫേസ്ബുക്കിൽ പോലും ഇട്ടിട്ടില്ലത്. സാധാരണ എന്തെങ്കിലും പ്രചരണമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഫേസ്ബുക്കിലിടുക, വാർത്ത കൊടുക്കുക, സ്വാഗതം, ഉദ്ഘാടന പ്രസംഗം, ഇതൊക്കെയാണല്ലോ. ഇത് ചടങ്ങല്ല, ഒന്നുമല്ല, അവർക്ക് വേണ്ടി ഇത് മുറിച്ചു കൊടുക്കുന്നതാണ്. ഇതറിയാത്ത ആരും ഉണ്ടായില്ല ലോകത്ത്. മനോരമ പത്രം എഡിറ്റോറിയൽ പേജിലെഴുതി. അതേ ദിവസം IBMന്റെ ചരിത്രത്തിലാദ്യമായി, ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു സിറ്റിയിൽ 2ാമത്തെ ക്യാമ്പസ്, സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ ജെൻ AI തുടങ്ങുകയാണ്. അതൊരു ലോക്കൽ ന്യൂസ്, അവിടെ മാത്രം ഒതുങ്ങിയത്. അപ്പോൾ നമ്മൾ മറ്റ് വിമർശനങ്ങളാകാം, പൊളിറ്റിക്കലാകാം, നയങ്ങളെ കുറിച്ചാകാം, പക്ഷേ കാര്യങ്ങൾ, ഫാക്റ്റുകൾ, ഞാൻ ഫാക്ട് മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് കേരളം. ഇത് ഞാൻ പറയുന്നത് ഇത് ഞങ്ങളുടെ മാത്രം നേട്ടമല്ല. ഞങ്ങളിപ്പോൾ കുറേ പാത്ത് ബ്രേക്കിംഗ് സ്റ്റെപ്സ് എടുത്തു, കുറേ കൂടി ശക്തമായ നടപടി എടുത്തു. പക്ഷെ ഇതിന് മുൻപും കുറേ ഉണ്ട്.
അത് നിങ്ങൾ അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായി ഒരു മാറ്റം അവരുടെ ഭാഗത്തുനിന്ന് കൂടി വന്നാൽ ഞാൻ വിചാരിക്കുന്നു കേരളം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റും. ഏറ്റവും വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്ലേസ്. ജീവിതത്തിൽ നിർബന്ധമായി നല്ല അന്തരീക്ഷം. നിങ്ങൾ വേറെ വേറെ സ്ഥലങ്ങളിൽ സ്റ്റേറ്റിലെ മറ്റ് സ്ഥലങ്ങളിൽ പോയി എത്ര ജോലിയുടെ എത്ര ടൈപ്പ് ഡ്രസ്സ് വേണ്ടി വരും? വിൻ്ററിനൊന്ന് വേറൊന്ന് പലതരം. ഇവിടെ ഒരു ഡ്രസ്സ് കൊണ്ട് നിങ്ങൾക്ക് 360 ദിവസം താമസിക്കാം, ഒരു പ്രശ്നമില്ല, വേറെ കോസ്റ്റൊന്നുമില്ല. മറ്റേക്ക് എത്ര ലെയർ എടുക്കണം. ഇപ്പോൾ ഞങ്ങൾ ദാവോസിൽ പോയില്ല, എത്ര ഡൽഹി പോയില്ലേ, ഡൽഹിയിൽ പോകണം, പിന്നെ എയർ ബസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വളരെ പോസിറ്റീവ്. ദിസ് ഈസ് റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. കേരള ഇസ് റെഡി. അപ്പൊ താങ്കൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരള ഇസ് റെഡി. നാളെ ഓർത്ത് എനിക്ക് ഓൾറെഡി ഞാൻ ഫുള്ളി പംപ്ഡപ്പ് ആണ്. പക്ഷെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇത്രയും തുടക്കങ്ങൾ താങ്കൾ കുറിച്ച് വെച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ അക്കൗണ്ടബിലിറ്റി എവിടെയാണ്? അതായത് ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത് നടന്നില്ല എങ്കിൽ ആരാണ് റെസ്പോൺസിബിൾ? അല്ലെങ്കിൽ ഇനി ഗവൺമെന്റ് സർക്കാർ മാറി വന്നാൽ എങ്ങനെ ഇതൊരു ഒട്ടും പൊളിറ്റിക്കൽ അല്ലാത്തൊരു ചർച്ചയാണ്. നമ്മുടെ ചർച്ച കേരളത്തെ പറ്റി മാത്രമാണ്, കേരളത്തിന്റെ നന്മയെ പറ്റിയും കേരളത്തിന്റെ ഭാവി മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ സർക്കാർ മാറി വന്നാലോ, അല്ലെങ്കിൽ മന്ത്രി മാറി വന്നാലോ, അല്ലെങ്കിൽ അവിടുത്തെ ബ്യൂറോക്രസി പോലും അതിൽ വർക്ക് ചെയ്ത ബ്യൂറോക്രസിയുടെ കുറെ ഭാഗങ്ങൾ മാറിയാലോ ഈ പ്ലാനുകൾ പോവാതിരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ കാരണം നമുക്കിതെല്ലാം സംഭവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലാർജർ ആഗ്രഹം. അപ്പോൾ ഈ ആഗ്രഹം നടക്കാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? സർക്കാർ മാറാനുള്ള വലിയ സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് 63 സീറ്റ് ഉണ്ടായി ആദ്യ അധികാരത്തിൽ വരുമ്പോൾ. പിന്നെ ഒരു അധികാരത്തിൽ 30 അധികാരത്തിൽ വരുമ്പോൾ തന്നെ. പിന്നെ പ്രതിപക്ഷ 22 ഇപ്പോൾ 21. അപ്പോൾ അല്ലാണ്ട് പുതിയ ഘടകങ്ങളൊന്നും കാണുന്നില്ല. ഞങ്ങളാണെങ്കിൽ കേരളത്തിൽ പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള കാര്യങ്ങൾ ഈ മീഡിയയുടെ എല്ലാം ഞങ്ങളുടെ ഒരു പ്രധാന എതിരാണല്ലോ. അതിനൊക്കെ മറികടന്ന് പോകുന്നുണ്ട് എനിക്ക്. പക്ഷെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ത് വേണമെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ പരാതി തോന്നുന്നു, ഞാൻ പറയും ആദ്യം മന്ത്രിക്ക് എഴുതും, പഞ്ചായത്തിന് ലൈസൻസ് കിട്ടിയില്ല, അപ്പോൾ ഞാൻ എന്ത് എഴുതും? പഞ്ചായത്ത് മന്ത്രിക്ക് എഴുതും, തദ്ദേശ ദയവായി കണ്ടാലോ. എനിക്കധികാരമില്ല ആ വകുപ്പിൽ. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം ഉണ്ടാക്കി, നിയമസഭ പാസ്സാക്കി. നിങ്ങൾ ഒരു വ്യവസായ സർവീസ് ഡിഫൈൻ ചെയ്തു, ഇൻഡസ്ട്രി തുടങ്ങാൻ നടത്തിക്കൊണ്ടുപോകാൻ. ആ സർവീസിൽ നിങ്ങൾക്ക് ഒരു ഗ്രീവൻസ് ഉണ്ടോ? പരാതി കൊടുത്താൽ വിത്തിൻ 15 days അല്ല വിത്തിൻ 30 days ഒരു ഡിസിഷൻ എടുത്തിരിക്കണം. അതിനൊരു ബോഡി ഉണ്ട്, ജില്ലാ തലത്തിലുണ്ട്. 5 കോടി രൂപ വരെയാണെങ്കിൽ, വലിയ അതാണെങ്കിൽ സ്റ്റേറ്റിലെ ബോഡി ഉണ്ട്. അതിനകത്ത് എല്ലാ വകുപ്പിൻ്റെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. എടുത്ത തീരുമാനം 15 ദിവസത്തിനുള്ളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു, ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഷീ ഓർ ഹീ ബിലോങ്സ് ടു. അത് പ്രശ്നമല്ല. മറ്റേതാണെങ്കിൽ ഇപ്പം എൻ്റെ വകുപ്പ് എനിക്ക് അവരെ അധികാരമുള്ളൂ, LSMSക്ക് അവിടെ അധികാരമുള്ളൂ. പക്ഷേ ഇത് ഏത് വകുപ്പിലാണെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്തു വിത്തിൻ 15 days. 16 ദിവസം അയാൾ ഉദ്യോഗസ്ഥന് ഫൈൻ ഈടാക്കും. അത് ആദ്യമായിട്ടാണ് നിയമസഭ കേരളത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഫൈൻ ഈടാക്കാൻ നിയമം കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഉണ്ട്. നമ്മളിപ്പോൾ മന്ത്രി ഇപ്പോൾ എല്ലാം ഞാൻ ഇപ്പോൾ ചർച്ച ചോദിച്ചില്ലേ, ബ്രൂവറി വന്നല്ലോ, ഒരു വിവാദം വന്നില്ലേ, അത് നമുക്ക് കുറച്ച് നെഗറ്റീവായിരുന്നു. ഞാൻ ദാവോസിൽ പോയപ്പോൾ ഒരു പത്രത്തിൽ ഒരു വാർത്തയും വരുന്നില്ല, തെരയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ എല്ലാ ദിവസവും എൻ്റെ അപ്ഡേറ്റ് ഉണ്ട്, ഇന്ന നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നാളെ എന്തായാലും വരും, എല്ലാവരും സെക്രട്ടറി വരുന്നുണ്ട്, നാളെ ഒരു വാർത്ത വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ലോകത്തിലെ പ്രധാനപ്പെട്ടൊരു ബിയർ ഉണ്ടാക്കുന്ന കമ്പനി നമ്മളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വിശദാംശങ്ങളെല്ലാം എഴുതി. പിറ്റേ ദിവസം വലിയ വാർത്ത വന്നു, ബിയർ കമ്പനികളെ ക്ഷണിച്ച് രാജിയും. അപ്പോൾ അവർക്ക് അതാണ് വേണ്ടതെന്ന് നമുക്കറിയാം. നന്നായിരിക്കും നമ്മൾ അവിടെ ഉണ്ടെന്ന് അറിയട്ടെ ഇത് നടക്കുന്നുണ്ടെന്നുള്ളത്. ശരിക്കും എന്നോട് ചോദിച്ചു പത്രക്കാർ, വ്യവസായ വകുപ്പ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വ്യവസായ മന്ത്രി പോലും അറിയാതെ വ്യവസായം തുടങ്ങണം കേരളത്തിൽ. എന്നെ കണ്ട കാര്യമില്ല വ്യവസായം തുടങ്ങാൻ. നിങ്ങൾ ഓൺലൈനിൽ കയറി തുടങ്ങുക, സംഗതി നടത്തിക്കോളൂ. ഒറ്റ കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊള്ളണം, നിയമപരമാണ് ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ അഫിഡാവിറ്റ് മതി, 3 കൊല്ലത്ത് നിങ്ങൾ ലൈസൻസ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളിപ്പോൾ വ്യവസായം നടത്താൻ പറ്റാത്ത ഭൂമിയിൽ നിങ്ങൾ തെറ്റായ അഫിഡാവിറ്റ് കൊടുത്ത് തുടങ്ങിയാൽ 3.5 കൊല്ലം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്, ഞങ്ങൾ ഇത്ര മുടക്കിയെന്നുള്ളത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്, നിയമപ്രകാരമാണെന്നുള്ളത്. നിങ്ങൾ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ അതിവേഗത നടക്കണം. കാരണം നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കുന്നു, ഒരു വ്യവസായം തുടങ്ങുന്നു, അതിന് ലൈസൻസും ഇതൊക്കെ വാങ്ങാൻ ചുറ്റിക്കടക്കുമ്പോഴേക്കും അവസാനം ഇത് NPA ആവും തുടങ്ങുന്നതിന് മുമ്പ്. നിങ്ങൾ തുടങ്ങിയിട്ട് മുതലെല്ലാം ഓടിക്കോ, അതിനുള്ള ലൈസൻസൊക്കെ വാങ്ങിച്ചാൽ സൗകര്യം കിട്ടും, ഒരു അവധി ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ പോയി വാങ്ങിച്ചോ. അപ്പോൾ ഇതാണ് കേരളം മാറിയിട്ടുണ്ട്. ഇതുകൂടി ഈ നെഗറ്റീവ് പ്രിസംഷൻ്റെ ഫാക്ടറികൾ. ഇപ്പോൾ ഒരു പ്രശ്നം, ഇപ്പം ഞാൻ എത്രയോ കാര്യം വിസ്തരിച്ചു, ഇത് പലതും നിങ്ങൾക്ക് പോലും പുതിയതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഫെസ്റ്റിവൽ പറഞ്ഞു, നുണകളെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ഒറ്റ ഇവിടെ ഒന്നും നടക്കില്ല. പിന്നെ നടക്കുമെന്നറിയാൻ ഞാൻ ഡിസ്ക്രിപ്റ്റീവായിട്ട് 5-6 പേജ് എടുക്കണം, അല്ലെങ്കിൽ മണിക്കൂറോളം സംസാരിക്കണം. അതിനിടയിൽ അടുത്ത 10 നുണ വന്നിട്ടുണ്ടാവും. ഇതിന് ഡീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കും.
അപ്പോൾ ഇതിൽ നിന്ന് മാറി നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇത് നല്ലതാണ്, ഇപ്പോൾ നമ്മൾ കുറേ നേരം സംസാരിക്കുന്നു, ഇങ്ങനൊരു തലം കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ നമുക്കിപ്പോൾ ഒരു നുണ വന്നാൽ ഡീകൺസ്ട്രക്ട് ചെയ്യാം, അതിങ്ങനെ ദിസ് ഈസ് എ ഫാക്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അപ്പോഴേക്കും പുതിയത് 100 വരും. അപ്പോൾ കുറേ കൂടി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മളാകെ ഉപയോഗിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ തന്നെ ഞാനും വലിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. അല്ലെങ്കിൽ ഐ ആം ഷുവർ ഇത് കേൾക്കുന്നവരും കുറേ സത്യങ്ങളും കുറേ ഫാക്ടുകളും ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യം, എന്താണ് ചലഞ്ചസ്? എന്ത് സംഭവിച്ചാൽ ഇതെല്ലാം നടക്കാതിരിക്കാം? അല്ലെങ്കിൽ നമ്മൾ ഈ സ്വപ്നം കാണുന്ന കേരളം ഇങ്ങനെയൊന്നും നടക്കാതിരിക്കണമെങ്കിൽ എന്താണ് ചലഞ്ചസ്? വാട്ട് കുഡ് ഹാപ്പൻ ദാറ്റ് ദിസ് ഓൾ കുഡ് ഫെയിൽ? ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ നിങ്ങളെക്കുറിച്ച് ചാറ്റ് GPT അറിയാം. ഇപ്പോൾ നിങ്ങൾ ചെറുതായി ചോദിച്ചു വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മീ എന്ന് ചോദിച്ചാൽ, നമ്മുടെ സെർച്ച് എഞ്ചിൻ, നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ പർച്ചേസ് ഹിസ്റ്ററി, നിങ്ങൾ ബ്രാൻഡഡ് ഐറ്റം വാങ്ങിക്കുന്നുണ്ടോ, ഓഫ് ഐറ്റമാണോ വാങ്ങിക്കുന്നത്, നിങ്ങൾ എവിടെ ചെലവഴിക്കുന്നു, നിങ്ങൾ എന്ത് വായിക്കുന്നു, എന്തെല്ലാം ഇപ്പോൾ എല്ലാം നോക്കിയിട്ട് കൃത്യം തരില്ലേ. അപ്പോൾ ഇതാണ് പുതിയ കാലം. എല്ലാം അങ്ങനെ ഈ അലഗ്രഹം വെച്ചിട്ടുള്ള വർക്കാണ്. അതുകൊണ്ട് ചിലർ പറയുന്നത് ഡെമോക്രസി തന്നെ തെരഞ്ഞെടുപ്പ് തന്നെ ചിലപ്പോൾ റിച്ചഡായി മാറുന്നതാണ്. നേരത്തെ എല്ലാം പ്രീ പ്ലാൻഡായി വരുന്നു. അപ്പം ഇങ്ങനെ പല മാറ്റം വരുന്നുണ്ട്. നമ്മളിപ്പോൾ അതിനെല്ലാം എങ്ങനെ കേരളത്തിന് വേണ്ടി ഉപയോഗിക്കാം? നാളെ ചിലപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വരാം, ജോലികൾ പോകുന്ന സാധ്യത വരും, സ്വാഭാവികമായിട്ട് വരും. മാനുഫാക്ചറിങ് ഞാൻ നോർവേ പോയപ്പോൾ കമ്പനി 4 പേരേ ഉള്ളൂ. ഇറങ്ങുന്നത് മുതൽ തുറക്കുമ്പോൾ മുതൽ എല്ലാം റോബോട്ടാണ് ചെയ്യുന്നത്. പണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന നമ്മൾ പ്രോഗ്രാം എഴുതണം. ഇപ്പോൾ ജനഐ പ്രോഗ്രാം എഴുതും. റോബോട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഉണ്ടാക്കിയല്ലേ ഇവന് പോകാൻ പറ്റും. ഇപ്പോൾ റോബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ ടൂള് മാറി, ഏജൻറ്റിലേക്ക് വന്നു, പുതിയ ടെക്നോളജി വന്നു. നമുക്കുള്ള പൊട്ടൻഷ്യൽ, ഇതിന് പറ്റുന്ന ടൂളും ഏജൻറ്റും ഒക്കെ ഉള്ള സംവിധാനം, കരുത്തുള്ള ഒരു യുവത്വം നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. നാളത്തെ എന്താണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു 10-15 കൊല്ലം വരാൻ പോകുന്ന മാറ്റത്തിൻ്റെ ഒരു വ്യവസായ രംഗം ഉണ്ടാവും, ഈ നോളേജ് അടിസ്ഥാനപ്പെടുത്തി. അതിന് സ്ഥലം കേരളമാണ്. അതാണ് ഞാൻ കേരളം എന്ന് പറഞ്ഞാൽ യൂബറിനെ പറഞ്ഞില്ല, അതേപോലെ കേരളം അന്തരീക്ഷം എഴുതാം, പ്രോഗ്രാം എഴുതാം, നമുക്ക് കുറേ കൂടി പുതിയ സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷത്തിനുള്ളിൽ വിരിഞ്ഞ മുമ്പ് പൊട്ടൻഷ്യലൊക്കെ ഉപയോഗിച്ച് നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന രൂപത്തിൽ തന്നെ വരാൻ പറ്റും. അപ്പോൾ പരിമിതികൾ കാരണം നിർത്തണം എന്നറിയാം. എന്നാലും അവസാനം ഒരു റാപ്പിഡ് ഫയർ പോലെ, കാരണം നമ്മുടെ ചാനലിൽ കുറേയധികം പേഴ്സണൽ ഫിനാൻസിന് അറൗണ്ട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ പൈസ എന്ത് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനെ എങ്ങനെ സൂക്ഷിക്കണം, ഇൻവെസ്റ്റ് ചെയ്തതിൽ പോലും മാറ്റി വെക്കാം, എവിടെ ചിലവാക്കണം, എവിടെ ചിലവാക്കരുത്, എത്ര സ്വരൂപിച്ച് വെക്കണം, അതിൽ നിന്ന് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഭാവി സുരക്ഷിതമാക്കണം. അപ്പോൾ താങ്കളുടെ പൈസയെ പറ്റിയുള്ള ചിന്തകൾ എന്താണ്? പണത്തിന് നമുക്ക് വലിയ ചിന്ത ഇല്ലാത്തൊരു മേഖല അത്. ബാക്കിയുള്ളവരങ്ങ് പോകാന്നല്ലാതെ നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളെല്ലാം ഒരു വേറെ മേഖല തിരഞ്ഞെടുത്തവരാണല്ലോ. ആ മേഖലയിൽ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള അധികം ഉത്കണ്ഠകളില്ല. നമ്മളിപ്പോൾ എങ്ങനെയാണ്, ഞങ്ങൾ ഏത് സാഹചര്യത്തിൽ എങ്ങനെ പോകുന്നവരാണ്. പിന്നെ വീട്ടിലെ സാമ്പത്തികമാണെങ്കിൽ അവിടെ ധനമന്ത്രി വേറെ ഉണ്ട്. അപ്പോൾ അവരത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്, അവർ പഠിപ്പിക്കുകയാണ്. പൈസ എവിടെയെങ്കിലും ഒക്കെ മാസാമാസം ഇൻവെസ്റ്റ് ചെയ്യലുണ്ടോ? ഇത് ബാങ്കില്ലാതെ വേറെ ഒന്നുമില്ല, ഇത് തന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു കരിയറിൽ എന്തെങ്കിലും പൈസ, എന്തെങ്കിലും ബാഡ് മണി മിസ്റ്റേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പൈസ പിന്നീട് തിരിഞ്ഞു നോക്കി റിഗ്രറ്റ് ചെയ്ത്? ഇല്ല, നമ്മളതിന് വേറെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആകെ വേണ്ട നമുക്ക് കൃഷി ചെയ്യുന്ന കുറച്ചുണ്ടായിരുന്നു. അതിപ്പോൾ മന്ത്രി ആയതിനു ശേഷം വൈക്കത്ത് നമ്മൾ കുറേ വൈഫിനോട് കുറേ കൃഷി ചെയ്തിരുന്നു. അത് പിന്നെ ഞാൻ പൊതുവെ കൃഷി, കുറച്ച് മത്സ്യകൃഷി അതൊക്കെ ചെയ്തിരുന്നല്ലാതെ ബിസിനസ് അങ്ങനെ വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അതിൽ ഓഹരി പോയി വേറെ എവിടെ പോയി അങ്ങനെയൊന്നുമില്ല. ബാങ്ക് അവർ പലിശ തരണമെങ്കിൽ ആ പലിശ മനസ്സിലായി, അത് അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി കിട്ടുന്നതേ നമുക്ക് വരുന്നുള്ളൂ. അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ജീവിതം ഓടുന്നതേ വേറൊരു ട്രാക്കിലാണ്. പിന്നീട് പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ സജീവമായതുകൊണ്ട് അങ്ങനെ ഒരു വ്യാകുലപ്പെടേണ്ട ആവശ്യവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ശരിക്കും ഈ പറയുന്ന അത്ര ഇപ്പം ഞങ്ങൾ MP-മാരായിരിക്കുമല്ലോ, ഇവർക്ക് എല്ലാ സൗകര്യം ആ സമയത്തുണ്ട്. പിന്നെ എപ്പോഴും വേണം, കാരണം നിങ്ങൾ വേറെ തെറ്റായ വഴിക്ക് പോകാതിരിക്കണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അതിനാവശ്യമായുള്ള പിൻബലം ഉണ്ടാകേണ്ടതുണ്ട്. ഞങ്ങൾ പാർലമെൻറ്റിൽ ഇപ്പോൾ ഞങ്ങൾ CRC നമ്മൾ പ്രീമിയം അടച്ചിട്ടാണ്, മറ്റേ ഇൻഷുറൻസ് പോലെ തന്നെയാണ്. അന്ന് ഞങ്ങളിപ്പോൾ 500 രൂപ മാസം അടയ്ക്കണം, ഇപ്പോൾ 1000 രൂപ ഒന്നും, അതെല്ലാം ആ രൂപത്തിൽ തന്നെയാണ്. താങ്കളിപ്പോൾ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതായത് ഒരു ജനസേവനത്തിന് വേണ്ടി പ്രതിനിധികൾ ഇറങ്ങുമ്പോൾ അവർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സാലറിയും ബെനിഫിറ്റ്സും ഇനഫ് ആണെങ്കിൽ മാത്രമാണ് അവർക്ക് വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ സേവനത്തിന് ആണെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ ഒരു പ്രശ്നം, കേരളത്തിലെ MLA ഏത് പാർട്ടിയായാലും അവരിപ്പോൾ, ഞാനധികം നമുക്ക് സമയം കിട്ടാറില്ല, കല്യാണം, മരണം, ഉദ്ഘാടനം, പരിപാടികൾ, വാഹനം തന്നെ എത്ര ഓടണം. അപ്പോൾ ചിലർ ഇങ്ങനെ ചില ആളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അവർ പെട്രോൾ അടിക്കും, പിന്നെ അവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടി വരും.
അപ്പോൾ അതിന് പകരം നിങ്ങൾ ഇത്ര സൗകര്യങ്ങൾ ഇപ്പോൾ കുറേ സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്, അത്ര സൗകര്യങ്ങൾ വേണം. പ്രവർത്തിക്കുന്ന കാലം അത്രയും സൗകര്യങ്ങൾ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും. അപ്പൊ എന്തായാലും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. പക്ഷെ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാർജർ തീം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് യൂത്ത് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കേരളത്തിന് പുറത്തുള്ളവരെക്കാൾ ഉപരി അകത്തുള്ളവർ എന്താണ് ഫാക്ട്സ് എന്നുള്ളത് മനസ്സിലാക്കി ചർച്ച ചെയ്യണം. നമ്മൾ ഒരുമിച്ച് സ്വപ്നം കാണുന്ന കേരളത്തിന്റെ ഭാവിയിലേക്ക് താങ്കൾ നയിച്ചുകൊണ്ട് നമ്മൾ എത്തും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും ഇതിന്റെ വെൽവിഷേഴ്സ് ആണ്. നമ്മളും സ്വപ്നം കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതിനോട് എന്ത് വേണമെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കാനും അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും ആ സ്വപ്നത്തെയും ഈ കഥയും കൂടുതൽ ഒരു വലിയ നെറേറ്റീവായി ബിൽഡ് ചെയ്യാനും തീർച്ചയായിട്ടും വെരി ഹാപ്പി ടു ഡു ദാറ്റ്. അതിനേക്കാൾ ഉപരി ഇന്നിവിടെ വന്നതിനും ഈ സമയം തന്നതിനും നന്ദിയുണ്ട്. ലുക്കിംഗ് ഫോർവേഡ് ടു എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ഓഫ് കേരള. അതാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും ഇത്രയും സമയം തന്നതിന് നന്ദി. നമുക്ക് ഇനിയും ഒരിക്കലും എന്തെങ്കിലും ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.